എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് സ്വാഗതം. ആൽക്കലിയുടെ ഇംഗ്ലീഷാണ് ബേസ്. അപ്പോൾ ആസിഡ്, ആൽക്കലി, ലവണങ്ങൾ എന്നുള്ള 9ാം ക്ലാസ് കെമിസ്ട്രിയിലെ 5ാമത്തെ അധ്യായമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതും പിന്നെ നമ്മുടെ 10ാം ക്ലാസ് കെമിസ്ട്രിയിലെ 7ാം അധ്യായത്തിലെ പോളിമറൈസേഷൻ എന്നുള്ളൊരു ഭാഗം കൂടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിൽ കൂടി എന്താണ് ഇന്നത്തെ ഈ ഒരു മൊഡ്യൂൾ നമുക്ക് കംപ്ലീറ്റ് ആവും. രസതന്ത്രം നിത്യജീവിതത്തിൽ എന്നുള്ള ഈ ഒരു മൊഡ്യൂൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. നാളെ മുതൽ അടുത്തൊരു മൊഡ്യൂളുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. ആസിഡുകൾ, ബേസുകൾ, ലവണങ്ങൾ എന്നുള്ള ചാപ്റ്ററാണ്. ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് ലാബിൽ കുട്ടികളുടെ ഓരോ ഫോട്ടോകളൊക്കെ പഠിക്കുന്നുണ്ട്. പിന്നെ താഴെ പട്ടികയിൽ നൽകിയിരിക്കുന്ന പദാർത്ഥങ്ങളുടെ സ്വഭാവം ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ച് കണ്ടെത്താനാണ് പറഞ്ഞിട്ടത്. നമുക്ക് ടെസ്റ്റ് ചെയ്യാനാണ്. ഇത് 9ാം ക്ലാസ്സിലെ കുട്ടികളാണല്ലോ, അപ്പോൾ അവർക്ക് പരീക്ഷണം ചെയ്ത് കണ്ട് അത് കണ്ടെത്താനുള്ള സംഭവമാണ്. അപ്പോൾ ലിറ്റ്മസ് ടെസ്റ്റ് നടത്താനാണ്. ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ചാൽ ആസിഡും ആൽക്കലിയും നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ അതാണ് ലിറ്റ്മസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. 2 തരത്തിലുള്ള ലിറ്റ്മസ് പേപ്പറാണ്. നീല ലിറ്റ്മസും ചുവപ്പ് ലിറ്റ്മസും. അതിൻ്റെ കളർ ചേഞ്ചിനനുസരിച്ചാണ് ആ ഒരു പദാർത്ഥം ആസിഡാണോ ആൽക്കലി ആണോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. ഇനി വേറൊരു പരീക്ഷണം ചെയ്യാനാണ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ ഒരു ടെസ്റ്റ് ട്യൂബിൽ എന്ത് ചെയ്യുക, ചെറിയ കഷ്ണം സിങ്ക് എടുത്തിട്ട് ഡ്രോപ്പർ ഉപയോഗിച്ചുകൊണ്ട് 2 ml നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ഒരു പ്രവർത്തനം നടക്കും. അതിൻ്റെ രാസസൂത്രവാക്യം എങ്ങനെയാണ്? സിങ്ക് 2HCl 2 മില്ലി ഹൈഡ്രോക്ലോറിക് ആസിഡും പ്രവർത്തിച്ചാൽ സിങ്ക് ക്ലോറൈഡും ഉണ്ടാവും. പിന്നീട് എന്തുണ്ടാവും? ഹൈഡ്രജനും ഉണ്ടാവും. അപ്പോൾ ആസിഡുകൾ എപ്പോഴും ലോഹങ്ങളുമായി പ്രവർത്തിച്ചാൽ എന്ത് ചെയ്യും? ഹൈഡ്രജൻ സ്വതന്ത്രമാവും. അതാണ് നമുക്ക് ഈ ഒരു പരീക്ഷണത്തിലൂടെ മനസ്സിലാവുന്നത്. ഇനി അതാണ് ഇവിടെ പറയുന്നത്. ആസിഡുകൾ പ്രവർത്തനശേഷി കൂടിയ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ എന്ത് ചെയ്യും? ഹൈഡ്രജൻ ബാധകം ഉണ്ടാവും. അപ്പോൾ ആസിഡുകൾ എപ്പോഴും എന്തുണ്ട്? പ്രവർത്തനശേഷി കൂടിയ ലോഹങ്ങളുമായിട്ട് പ്രവർത്തിച്ചാൽ ഹൈഡ്രജൻ വാതകം ഉണ്ടാകും. അപ്പോൾ ഇവിടെയാണെങ്കിൽ നമ്മൾ സിങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവർത്തനശേഷി കൂടിയ ലോഹമാണ്. അപ്പോൾ സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും പ്രവർത്തിക്കുമ്പോൾ സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനുമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ എപ്പോഴും ആസിഡിൻ്റെ ഒരു സ്വഭാവമാണ് പ്രവർത്തനശേഷി കൂടിയ ലോഹങ്ങളുമായി പ്രവർത്തിച്ചാൽ ഹൈഡ്രജൻ ഉണ്ടാകും. ആസിഡിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് അത്. ഇനി അടുത്തൊരു പരീക്ഷണം എന്താണ്? കാർബണേറ്റുകളുമായിട്ട് ആസിഡ് പ്രവർത്തിച്ചാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാനാണ്. അതിനെന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു ബോയിലിംഗ് ട്യൂബിൽ അല്പം കാൽഷ്യം കാർബണേറ്റ്, അതായത് മാർബിളിൻ്റെ കഷ്ണങ്ങൾ. അപ്പോൾ മാർബിളിൻ്റെ രാസനാമം എന്താണ്? മാർബിളിൻ്റെ രാസനാമമാണ് കാൽഷ്യം കാർബണേറ്റ്. മാർബിളിൻ്റെ രാസനാമം ഏതാണ്? കാൽഷ്യം കാർബണേറ്റ്. അപ്പോൾ ഇതിൽ നോട്ട് ചെയ്യേണ്ട പോയിൻ്റാണ്. മാർബിളിൻ്റെ രാസനാമം എന്താണ്? കാൽഷ്യം കാർബണേറ്റ്. അപ്പോൾ കുറച്ച് മാർബിൾ കഷ്ണങ്ങൾ എടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നത്? ഒരു ടെസ്റ്റ് ട്യൂബിൽ, ബോയിലിംഗ് ട്യൂബിൽ ഇടാനാണ് പറഞ്ഞിട്ട്, എന്നിട്ട് അതിലേക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോഴുള്ള പ്രവർത്തനം നമ്മോട് നിരീക്ഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് വാതകം സ്വതന്ത്രമാകും. അപ്പോൾ ഈ ഒരു പ്രവർത്തനത്തിൽ നമ്മൾ കാർബണേറ്റുകൾ ചേർത്ത് ആസിഡുകൾ എപ്പോഴും കാർബണേറ്റുകളുമായി പ്രവർത്തിച്ചാൽ എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് സ്വതന്ത്രമാവും. ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് അഥവാ CO2 വാതകം സ്വതന്ത്രമാകുന്നു. അപ്പോൾ പ്രവർത്തനശേഷി കൂടിയ ലോഹങ്ങളായി ആസിഡ് പ്രവർത്തിച്ചാൽ എപ്പോഴും ഹൈഡ്രജൻ വാതകം ഉണ്ടാകും. എന്നാൽ കാർബണേറ്റുകളുമായി പ്രവർത്തിച്ചാൽ എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും. ഈ പരീക്ഷണത്തിൽ നമ്മൾ പറയുന്നത്, അപ്പോൾ വന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണോ എന്ന് അറിയാൻ എന്ത് ചെയ്യുക? നമ്മളൊരു കത്തിച്ച തീപ്പെട്ടിക്കൊള്ളി ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ പുറത്ത് കാണിച്ചാൽ ആ തീപ്പെട്ടിക്കൊള്ളി കെട്ടുപോകും. കാരണം തീ കെടുത്തുന്ന വാതകമാണെന്ത്? കാർബൺ ഡൈ ഓക്സൈഡ്. നമുക്കറിയാം, നമ്മൾ അകത്തേക്ക് ഓക്സിജൻ ശ്വസിച്ചിട്ട് പുറത്തേക്ക് വിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. അപ്പോൾ നമ്മൾ വിളക്കൊക്കെ കത്തിച്ചാൽ ഊതി കഴിഞ്ഞാൽ വിളക്ക് കെട്ടുപോകും. അതിൻ്റെ കാരണം എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡാണ്. അപ്പോൾ
2 പോയിൻ്റ് പഠിച്ചു. ആസിഡുകൾ നമ്മൾ പ്രവർത്തനശേഷി കൂടിയ ലോഹങ്ങളുമായി ആസിഡ് പ്രവർത്തിച്ചാൽ എന്ത് ചെയ്യും? ഹൈഡ്രജൻ വാതകം സ്വതന്ത്രമാകും. ഇനി കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് സ്വതന്ത്രമാകും. ഇതതിൻ്റെ ടെസ്റ്റ് ട്യൂബ് പരീക്ഷണമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഫോട്ടോ ആണ്. ഈ 2 പോയിൻ്റുകളാണ് ഇപ്പോൾ രണ്ട് പോയിൻ്റുകളാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചത്. അത് 2 പരീക്ഷണങ്ങളിലൂടെ പഠിച്ചു. അപ്പോൾ ഇതിൽ നോട്ട് ചെയ്യേണ്ടത് നമ്മൾ ഹൈഡ്രജൻ സ്വതന്ത്രമാകുന്നത് എപ്പോഴാണെന്നും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നത് എപ്പോഴാണെന്നും പഠിച്ചു. അതുപോലെ എന്താണ് കാൽഷ്യം കാർബണേറ്റ് എന്തിൻ്റെ രാസനാമമാണ്? മാർബിളിൻ്റെ രാസനാമമാണ് കാൽഷ്യം കാർബണേറ്റ് എന്നും പഠിച്ചു. കാൽഷ്യം കാർബണേറ്റ് മാർബിളിൻ്റെ രാസനാമമാണ്. ഇനി ആസിഡിൻ്റെ മറ്റ് സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മളോട് ടിക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. താഴെ തന്നുള്ള പ്രസ്താവനകൾ വായിക്കാം. കാരരുചിയുണ്ട്. അത് ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. ആസിഡിന് കാരരുചിയല്ല. ആസിഡിന് എന്താണ്? പുളിരുചിയാണ്. കാരരുചി ബേസിന് അല്ലെങ്കിൽ ആൽക്കലിക്കാണ് എന്ത്? കാരരുചി ഉള്ളത്. നമ്മളെ ഈ മൊഡ്യൂൾ ഫോളോ ചെയ്തവർക്ക് അറിയാം, നമ്മളത് ചർച്ച ചെയ്തിട്ടുണ്ട്. ആസിഡുകളും ബേസുകളും മുമ്പ് ചർച്ച ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആസിഡിന് എപ്പോഴും എന്താണ്? പുളിരുചിയാണ്. കാരരുചി എന്തിനാണ്? ആൽക്കലി അല്ലെങ്കിൽ ബേസിനാണ്. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു. അത് ശരിയാണ്. ആസിഡ് എന്ത് ചെയ്യും? നീല ലിറ്റ്മസിനെ ചുവപ്പ് നിറമാക്കും. ഇനി ചുവപ്പ് ലിറ്റ്മസിനെ നീല നിറമാക്കുന്നത് എന്താണ്? ആൽക്കലിയാണ്. അപ്പോൾ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നത് എന്താണ്? ആസിഡാണ്. അപ്പോൾ കാരരുചി അല്ല, പുളിരുചിയാണ്. ചുവപ്പ് ലിറ്റ്മസിനെ നീല ലിറ്റ്മസിനെ ചുവപ്പ് നിറമാക്കും. നീല ലിറ്റ്മസിനെ ചുവപ്പ് നിറാക്കും ആസിഡ്. അതുപോലെ ആസിഡിന് എന്താണ്? കാരരുചിയല്ല, പുളിരുചിയാണ്. ഇനി കാർബണേറ്റുകളുമായി പ്രവർത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ഉണ്ടാക്കുന്നു. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ കാർബണേറ്റുകളുമായി എപ്പോഴും പ്രവർത്തിച്ച് ആസിഡ് എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ഉണ്ടാക്കും. വഴുവഴുപ്പുണ്ട്. അത് തെറ്റാണ്. വഴുവഴുപ്പുള്ളത് എന്തിനാണ്? ആൽക്കലി അല്ലെങ്കിൽ ബേസിനാണ് എന്ത്? വഴുവഴുപ്പുള്ളത്. അപ്പോൾ കാരരുചിയും വഴുവഴുപ്പും ആൽക്കലിയുടെ പ്രത്യേകതയാണ്. ആസിഡിൻ്റെ പ്രത്യേകത എന്താണ്? പുളിരുചിയാണ്. ഇനി മഗ്നീഷ്യം, സിങ്ക് തുടങ്ങിയ പ്രവർത്തനശേഷി കൂടിയ ലോഹങ്ങളുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകം സ്വതന്ത്രമാക്കും. നമ്മളിപ്പോൾ പഠിച്ച കാര്യം തന്നെയാണ്. അപ്പോൾ മഗ്നീഷ്യം, സിങ്ക് ഇവയുമായി പ്രവർത്തനശേഷി കൂടിയ ഇത്തരം ലോഹങ്ങളുമായി പ്രവർത്തിച്ച് എന്ത് ചെയ്യും? ഹൈഡ്രജൻ വാതകം സ്വതന്ത്രമാക്കും. അത് ശരിയാണ്. പുളിരുചിയുണ്ട്. അത് ശരിയാണ്. ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നു. അതെന്താണ്? തെറ്റാണ്. ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നു എന്നുള്ളത് തെറ്റാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത്? ആസിഡിൻ്റെ പ്രത്യേകതകൾ നമ്മൾ ടിക്ക് ചെയ്യാനാണ്. ഇത് നോട്ട് ചെയ്ത് വെക്കുക. അതിൽ നമുക്ക് എപ്പോഴും കൺഫ്യൂഷനുള്ള ഭാഗം ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറം മാറ്റുന്നതാണ്. അത് നോട്ട് ചെയ്ത് പ്രത്യേകം വെക്കുക. ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നത് ആൽക്കലിയും നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നത് ആസിഡുമാണ്. ഇനി ഇവിടെ ആസിഡുകളുടെ പേരും അതേപോലെ രാസസൂത്രം എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആകുമ്പോൾ എന്താണ്? HCl ആണ്. നൈട്രിക് ആസിഡ് ആകുമ്പോൾ എന്താണ്? നൈട്രിക് ആസിഡ്. അതേപോലെ കാർബോണിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, ഇതിൻ്റെയൊക്കെ രാസസൂത്രം എഴുതാനാണ് പറഞ്ഞത്. നൈട്രിക് ആസിഡ് എന്ന് പറയുമ്പോൾ HNO3 ആണ് നൈട്രിക് ആസിഡിൻ്റെ രാസസൂത്രം. ബാക്കി കാർബോണിക് ആസിഡ് അതുപോലെ എന്താണ്? സൾഫ്യൂരിക് ആസിഡ്, ഇതിൻ്റെയൊക്കെ രാസസൂത്രം നിങ്ങളൊന്ന് കണ്ടെത്തി എഴുതുക കേട്ടോ. നിങ്ങളൊന്ന് സ്വയം കണ്ടെത്തുക. ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ് എന്നിവ ജലത്തിൽ ലയിക്കുമ്പോൾ എന്തുണ്ട്? വിപരീത ചാർജുള്ള അയോണുകളായി മാറും. അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെങ്കിൽ നൈട്രിക് ആസിഡ് എന്നിവയൊക്കെ എന്ത് ചെയ്യും? ജലത്തിൽ ലയിക്കുമ്പോൾ എന്ത് ചെയ്യും? വിപരീത ചാർജുള്ള അയോണുകളായി മാറും. ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ് എന്നിവയൊക്കെ ജലത്തിൽ ലയിക്കുമ്പോൾ വിപരീത ചാർജുള്ള അയോണുകളായിട്ട് മാറും. അതിൻ്റെ രാസസൂത്രവാക്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ജലത്തിൽ ലയിക്കുമ്പോൾ എന്ത് ചെയ്യും? H+ഉം ക്ലോറൈഡ് മൈനസ് എന്നിങ്ങനെ അയോണുകളായിട്ട് മാറും. ഇനി അടുത്തത് നൈട്രിക് ആസിഡ് ആണെങ്കിലോ H+ഉം NO3 മൈനസും എന്നുള്ള 2 വിപരീത ചാർജുകളുള്ള അയോണുകളായിട്ട് മാറും. അതാണ് ഇവിടെ നോട്ട് ചെയ്യേണ്ട പോയിന്റ്. ഹൈഡ്രജൻ എന്താണ്? H+ അയോണുകളാണ്. ഹൈഡ്രജൻ എപ്പോഴും എന്താണ്? H+ അയോണുകളാണ്. ആസിഡുകളുടെ ഗുണങ്ങൾക്ക് അടിസ്ഥാനം എന്താണ്? ഈ ഹൈഡ്രജൻ്റെ H+ അയോണുകളാണ്.
ഹൈഡ്രജൻ എന്താണ് എപ്പോഴും H+ അയോണുകളാണ്. ഇതാണ് എന്ത് ആസിഡിൻ്റെ ഗുണങ്ങൾക്ക് അടിസ്ഥാനം. അപ്പോൾ ആസിഡിൻ്റെ ഗുണങ്ങൾക്ക് അടിസ്ഥാനം എന്താണ് ഈ അയോണീകരണം നടക്കുന്ന സമയത്തുള്ള H+ അയോണുകൾ, അതായത് ഹൈഡ്രജൻ്റെ അയോണുകൾ. ഹൈഡ്രജൻ്റെ അയോണുകൾ എപ്പോഴും എന്താണ് പോസിറ്റീവ് അയോണുകളാണ്. ഈ അയോണുകളാണ് എന്ത് ആസിഡിൻ്റെ ഗുണങ്ങൾക്ക് അടിസ്ഥാനം. ജലീയ ലായനിയിൽ ഹൈഡ്രജൻ അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് എന്ത് ആസിഡുകൾ. ഇപ്പോൾ ജലീയ ലായനിയിൽ ഹൈഡ്രജൻ അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണെന്ത് ആസിഡുകൾ. നമ്മുടെ ജലീയ ലായനികളിൽ ഹൈഡ്രജൻ അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന രാസപദാർത്ഥങ്ങൾ അല്ലെങ്കിൽ പദാർത്ഥങ്ങളാണെന്ത് ആസിഡുകൾ. ഇനി H+ അയോണുകൾക്ക് സ്ഥിരതയില്ല. അപ്പോൾ H+ അയോണുകൾക്ക് പ്രത്യേകത എന്താണ് സ്ഥിരതയില്ല. അപ്പോൾ സ്ഥിരതയില്ലാത്തതിനാൽ എന്ത് ചെയ്യും ഇവ H2O തന്മാത്രകളുമായി ചേർന്ന് ഹൈഡ്രോണിയം അയൺ ഉണ്ടാക്കും. അപ്പോൾ H+ അയോൺ അഥവാ ഹൈഡ്രജൻ അയോണുകൾക്ക് എന്താണ് സ്ഥിരതയില്ലാത്തതിനാൽ ഇവ എന്ത് ചെയ്യും ജല തന്മാത്രകളുമായിട്ട് ചേരും. ജലതന്മാത്ര എന്ന് പറയുമ്പോൾ എന്താണ് H2Oയുമായി ചേർന്നിട്ട് എന്ത് ചെയ്യും ഹൈഡ്രോണിയം അയൺ ഉണ്ടാക്കും. H3O+ എന്നുള്ള ഹൈഡ്രോണിയം അയൺ ഉണ്ടാക്കും. അപ്പോൾ ഹൈഡ്രോൺ അയണിൻ്റെ രാസസൂത്രവാക്യം എന്താണ് H+ ആണ്. ഇനി ജലത്തിൻ്റെ നമുക്കറിയാം H2O ആണ്. ഹൈഡ്രോണിയം അയണിൻ്റെ രാസസൂത്രവാക്യം എന്താണ് H2O+ ആണ്. H2O+ ആണ് എന്ത് ഹൈഡ്രോണിയം അയണിൻ്റെ രാസസൂത്രവാക്യം. H2O+ ആണ് എന്ത് ഹൈഡ്രോണിയം അയണിൻ്റെ രാസസൂത്രവാക്യം. അപ്പോൾ ജലീയ ലായനിൽ ഹൈഡ്രജൻ അയണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ എപ്പോഴും കഴിയുന്ന പദാർത്ഥങ്ങൾ എന്താണ് ആസിഡുകളാണ്. അപ്പോൾ H+ അയോണുകളുടെ പ്രത്യേകത എന്താണ് അവയ്ക്ക് സ്ഥിരതയില്ല. അപ്പോൾ അവ ജലവുമായി ചേർന്നിട്ട് എന്ത് ചെയ്യും ഹൈഡ്രോണിയം അയോണുകൾ ഉണ്ടാവും. അതിൻ്റെ രാസസൂത്രവാക്യമാണ് H2O+. ഹൈഡ്രോണിയം അയോണിൻ്റെ രാസസൂത്രവാക്യമാണ് H2O+. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ നോട്ട് ചെയ്യേണ്ട പോയിൻ്റ് ഹൈഡ്രജൻ അയോണുകൾക്ക് സ്ഥിരതയില്ല. അപ്പോൾ അവ ജല തന്മാത്രകളുമായി ചേർന്നിട്ട് എന്ത് ചെയ്യും ഹൈഡ്രോണിയം അയൺ ഉണ്ടാക്കും. H2O+ ആണ് എന്ത് ഹൈഡ്രോണിയം അയണിൻ്റെ രാസസൂത്രവാക്യം. ഇനി നോട്ട് ചെയ്യേണ്ടതല്ല നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണെന്ന് എല്ലാ ആസിഡുകളും എന്താണ് രുചിച്ച് നോക്കാൻ കഴിയുന്നവയല്ല. നമ്മൾ പറഞ്ഞു പുളി രുചിയാണെന്ന് പറഞ്ഞെങ്കിലും എല്ലാ ആസിഡും നമുക്ക് രുചിച്ച് നോക്കാൻ കഴിയില്ല. കാരണം മിനറൽ ആസിഡുകളായ ഹൈഡ്രോക്ലോറിക്, അതേപോലെ സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ് എന്നിവയൊക്കെ എന്താണ് ശക്തമേറിയ ആസിഡുകളാണ്. ഇവ രുചിക്കാൻ പോയാൽ നമ്മുടെ വായൊക്കെ പൊള്ളും. അപ്പോൾ എല്ലാ ആസിഡുകളും നമുക്ക് രുചിക്കാൻ കഴിയില്ല. പക്ഷേ ആസിഡുകൾക്കൊക്കെ എന്താണ് പുളി രുചിയാണ്. ഇനി ആസിഡുകളുടെ ബേസികത. ഇവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ അയോണീകരണ സമവാക്യം എന്താണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് അയോണീകരണ സമയത്ത് എന്ത് ചെയ്യും ഹൈഡ്രജൻ പോസിറ്റീവ് ആറ്റവും ക്ലോറിൻ മൈനസ് ആറ്റവുമായി മാറുന്നു. വ്യത്യസ്ത അയോണീകരണം നടക്കുമ്പോൾ എന്ത് ചെയ്യും വ്യത്യസ്ത ചാർജുകളുള്ള അല്ലെങ്കിൽ വിപരീത ചാർജുകളുള്ള അയോണുകളായി മാറും. അതാണെന്ത് അയോണീകരണ സമയത്ത് എന്ത് ചെയ്യും വിപരീത ചാർജുകളുള്ള അയോണുകളായി മാറും. അപ്പോൾ ഇവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് അയോണീകരണം നടക്കുമ്പോൾ എന്ത് ചെയ്യും ഹൈഡ്രോജൻ പോസിറ്റീവും ക്ലോറിൻ നെഗറ്റീവായിട്ട് മാറും. അപ്പോൾ ഒരു ആസിഡ് തന്മാത്രക്ക് പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഹൈഡ്രജൻ അയോണുകളുടെ എണ്ണമാണ് എന്ത് അതിൻ്റെ ബേസികത. അപ്പോൾ ഒരു ആസിഡിൻ്റെ ബേസികത എന്ന് പറഞ്ഞാൽ എന്താണ് അതിന് പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഹൈഡ്രജൻ അയോണുകളുടെ എണ്ണമാണ് അതിൻ്റെ ബേസികത. അപ്പോൾ ഒരു ആസിഡ് തന്മാത്രക്ക് പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഹൈഡ്രജൻ അയോണുകളുടെ എണ്ണമാണെന്ത് അതിൻ്റെ ബേസികത. ഒരു ആസിഡ് തന്മാത്രക്ക് പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഹൈഡ്രജൻ അയോണുകളുടെ എണ്ണമാണെന്ത് അതിൻ്റെ ബേസികത. ഇനി ബേസികത ഒന്നാണെങ്കിൽ എന്താണ് അതിനെ ഏക ബേസിക് അല്ലെങ്കിൽ മോണോ ബേസിക് ആസിഡ് എന്ന് പറയും. അപ്പോൾ ബേസികത ഒന്നുള്ള ആസിഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഏക ബേസിക് ആസിഡ് അല്ലെങ്കിൽ മോണോ ബേസിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ബേസികത അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട് മോണോ ബേസിക് ആസിഡ് അല്ലെങ്കിൽ ഏക ബേസിക് ആസിഡ്, അതുപോലെ ഡൈബേസിക് ആസിഡ് അല്ലെങ്കിൽ ദി ബേസിക് ആസിഡ്, അതേപോലെ ട്രൈ ബേസിക് ആസിഡ് അല്ലെങ്കിൽ ത്രീ ബേസിക് ആസിഡ്, ഇങ്ങനെ 3 വിധത്തിൽ നമുക്ക് തരംതിരിക്കാൻ കഴിയും. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഒരു ആസിഡ് തന്മാത്രക്ക് പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഹൈഡ്രജൻ അയോണുകളുടെ എണ്ണമാണെന്ത് അതിൻ്റെ ബേസ്. അപ്പോൾ ഒരു ആസിഡിൻ്റെ ബേസികത എന്ന് പറഞ്ഞാൽ എന്താണ് ആ ആസിഡ് തന്മാത്രക്ക് പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഹൈഡ്രജൻ അയോണുകളുടെ എണ്ണമാണ്. ഒരു ആസിഡ് തന്മാത്രക്ക്
പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഹൈഡ്രജൻ അയോണുകളുടെ എണ്ണമാണെന്ത് അതിൻ്റെ ബേസികത എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബേസികത അനുസരിച്ച് നമുക്കിതിനെ ഏക ബേസികത, ബേസികത, ബേസികത എന്നിങ്ങനെ 3ആയിട്ട് നമുക്ക് തരംതിരിക്കാം. അപ്പോൾ ബേസികത 1 അതിനെയാണ് നമ്മൾ എന്തെങ്കിലും പറയുന്നത് ഏക ബേസിക ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസികത 1 ഹൈഡ്രജൻ അയോണുകളുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഹൈഡ്രജൻ അയോണുകളുടെ ബേസികത 1 എന്താണ് അതിനെ നമ്മൾ ഏക ബേസിക ആസിഡ് എന്ന് പറയുന്നു. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ നൈട്രിക് ആസിഡിൻ്റെ അയോണീകരണം നടക്കുന്ന സമയത്ത് എന്താണ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് സൾഫ്യൂരിക് ആസിഡിൻ്റെ അയോണീകരണ സമവാക്യം നോക്കാം. അപ്പോൾ നൈട്രിക് ആസിഡ് അതേപോലെ സൾഫ്യൂരിക് ആസിഡിൻ്റെയൊക്കെ അയോണീകരണ സമയത്ത് എന്താണ് ഒരു ഹൈഡ്രജൻ പോസിറ്റീവ് ആറ്റവും ബാക്കി ബൈസൾഫേറ്റ് അയോൺ എത്രണ്ണം മൈനസ് ബൈസൾഫേറ്റ് അയോൺ ആണ്. അപ്പോൾ ഇവിടേക്ക് എന്താണ് ഒരു ഹൈഡ്രജൻ പോസിറ്റീവ് ആറ്റാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതാണ് എന്ത് ഏക ബേസികത. അപ്പോൾ ഇതിൻ്റെ ബേസികത 1. അപ്പോൾ ഇതിനെ ഏക ബേസിക ആസിഡ് എന്ന് പറയും. അപ്പോൾ ഏക ബേസിക ആസിഡുകൾക്ക് ഉദാഹരണമാണ് നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും. നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും എന്താണ് ഏക ബേസിക ആസിഡുകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഇവിടെ സൾഫേറ്റ് അയോണുകളുണ്ടാവും, ബൈസൾഫേറ്റ് അയോണുകളുണ്ടാവും. H2SO4ൻ്റെ ഒരു തന്മാത്ര അയോണീകരിക്കപ്പെടുമ്പോൾ സ്വതന്ത്രമാക്കുന്ന ഹൈഡ്രജൻ അയോണുകളുടെ എണ്ണം എത്രയാണ്, ബേസികത എത്രയായിരിക്കും? ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഒരു അയോണാണ് അയോണീകരിക്കപ്പെടുന്നത്, ഒരു തന്മാത്രയാണ്, ഹൈഡ്രജൻ തന്മാത്രയാണ് പോസിറ്റീവ് ചാർജ് ഉള്ളത്. അപ്പോൾ അതെന്താണ് അതിൻ്റെ ബേസികത 1 അതുകൊണ്ട് എന്താണ് അത് ഏക ബേസിക ആസിഡ് എന്ന് അറിയപ്പെടും. ഇനി ഒരു ആസിഡിൻ്റെ ബേസികത 2 നമ്മൾ അതിനെന്ത് പറയും? അതിനാണ് ബേസിക് ആസിഡ് അല്ലെങ്കിൽ ഡൈബേസിക് ആസിഡ് എന്ന് പറയും. അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഫോസ്ഫറിക് ആസിഡും അതേപോലെ ഫോസ്ഫറിക് ആസിഡ് ഇതിൻ്റെ ഉദാഹരണമാണ്. അപ്പോൾ ഏക ബേസിക്കിന് നമ്മൾ പറഞ്ഞു സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡും. ഈ ബേസികതക്ക് ഉദാഹരണമാണ് എന്ത് ഫോസ്ഫറിക് ആസിഡ്. ഫോസ്ഫറിക് ആസിഡ് ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, എത്ര ഹൈഡ്രജൻ സ്വതന്ത്രമാകും? അയോണീകരണ സമയത്ത് 3 സ്വതന്ത്രമാകും. അപ്പോൾ 2 ഹൈഡ്രജൻ ആറ്റങ്ങളാണ് സ്വതന്ത്രമാകുന്നത്. അപ്പോൾ ഇതാണെന്ത് ബേസിക ആസിഡ്. അപ്പോൾ ബേസിക ആസിഡ് പറയുമ്പോൾ ബേസികത 2. അപ്പോൾ 2 ബേസികത വരുമ്പോൾ അതിന് ബേസിക ആസിഡ് എന്ന് പറയും. അതിന് ഉദാഹരണമാണ് ഫോസ്ഫറിക് ആസിഡ്. ഇനി ഒരു ആസിഡിൻ്റെ ബേസികത 3 അതിനെന്താണ് ത്രിബേസിക ആസിഡ് എന്ന് പറയും. അപ്പോൾ നമുക്കൊരു കൺസെപ്റ്റ് കിട്ടിയാൽ തന്നെ അറിയാം ബേസികത അനുസരിച്ചാണ്. 1 ഏക ബേസികം, 2 ദ്വിബേസികം, 3 ത്രിബേസികം എന്ന് പറയും. ത്രിബേസിക ആസിഡിന് ഉദാഹരണമാണ് എന്ത് കാർബോണിക് ആസിഡ്. ത്രിബേസിക ആസിഡിന് ഉദാഹരണമാണ് കാർബോണിക് ആസിഡ്. ഇനി ചില ആസിഡുകളുടെ രാസസമവാക്യങ്ങൾ ബോക്സിൽ നൽകിയിരിക്കുന്നു. അവയിൽ നിന്ന് മോണോബേസിക്, ഡൈബേസിക് ആസിഡുകൾ തിരഞ്ഞെടുത്ത് തരംതിരിക്കാനാണ്. ആദ്യത്തെ എന്താണ് ഡൈബേസിക് ആണ്, രണ്ടാമത്തേത് മോണോബേസിക് ആണ്, മൂന്നാമത്തേത് ത്രിബേസിക് ആണ്, നാലാമത്തേത് ദ്വിബേസിക് ആണ്, അഞ്ചാമത്തേത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഏക ബേസിക് ആണ്, H2SO4 സൾഫ്യൂരിക് ആസിഡ് എന്താണ് ദ്വിബേസിക് ആണ്. അങ്ങനെ നമ്മൾ കണ്ടെത്താനാണ് പറഞ്ഞുള്ളത്. H2SO+CO2 അറിയുമ്പോൾ കാർബോണിക് ആസിഡാണ് ഉണ്ടാകുന്നത്. H2CO3 എന്ന കാർബോണിക് ആസിഡാണ് എന്തുണ്ടാകുന്നത് ജലവും കാർബൺ ഡൈ ഓക്സൈഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്താണ് കാർബോണിക് ആസിഡാണ്. അപ്പോൾ ജലവും കാർബൺ ഡൈ ഓക്സൈഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ആസിഡ് ഏതാണ് കാർബോണിക് ആസിഡാണ്. രാസസൂത്രവാക്യം H2CO3 എന്നാണ്. അതുപോലെ സൾഫർ വാതകം ജലത്തിൽ ലയിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രവർത്തനത്തിൻ്റെ രാസസമവാക്യം നമ്മളോട് പൂർത്തിയാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ H2SO4 സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാകും. സൾഫർ SO2 H2O പ്രവർത്തിക്കുമ്പോൾ എന്ത് ചെയ്യും H2SO3 എന്ന സൾഫ്യൂരിക് ആസിഡാണ് ഉണ്ടാകുന്നത്. അപ്പോൾ സൾഫറും ജലവുമായി പ്രവർത്തിക്കുമ്പോഴാണ് എന്ത് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാകുന്നത്. അപ്പോൾ H2O+SO3 ആകുമ്പോൾ SO2 എങ്ങനെയാവും H2SO3 എന്നുള്ള രാസസൂത്രവാക്യവും, അതായത് സൾഫ്യൂരിക് ആസിഡിൻ്റെ രാസസൂത്രവാക്യമാണിത് H2SO4 എന്നുള്ളത്.
CO2, SO2, NO2 എന്നിവ അലോഹ ഓക്സൈഡുകളാണ്. പൊതുവെ അലോഹ ഓക്സൈഡുകൾ ജലവുമായി പ്രവർത്തിച്ച് ഉണ്ടാകുന്ന പദാർത്ഥങ്ങൾക്ക് ആസിഡ് ഗുണം കാണിക്കും. അപ്പോൾ പൊതുവിൽ എന്ത് ചെയ്യുന്നത്, അലോഹ ഓക്സൈഡുകളായ കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ് എന്നിവയ്ക്ക് എന്തുണ്ട്, പൊതുവെ അലോഹ ഓക്സൈഡുകൾ ജലവുമായി പ്രവർത്തിച്ച് ആസിഡ് ഗുണം കാണിക്കാറുണ്ട്. അപ്പോൾ നമ്മളെ കാർബൺ ഡൈ ഓക്സൈഡ്, അതേപോലെ സൾഫർ ഓക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ് എന്നിവയൊക്കെ അലോഹ ഓക്സൈഡുകളാണ്. അപ്പോൾ ഇവ പൊതുവേ എന്താണ്, ജലവുമായി പ്രവർത്തിച്ചാൽ അത് ആസിഡിൻ്റെ ഗുണമാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ അമ്ലമഴയ്ക്ക് കാരണമാകുന്നതാണ് എന്ത്, സൾഫർ, കാർബൺ ഡൈ ഓക്സൈഡ്, അതേപോലെ സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ് എന്നിവയൊക്കെ അമ്ലമഴയ്ക്ക് കാരണമാകുന്ന എന്താണ് മൂലകങ്ങളാണ്, അല്ലെങ്കിൽ ലോഹ ഓക്സൈഡുകളാണ്. ഇപ്പോൾ ഫാക്ടറികൾ, മോട്ടോർ വാഹനങ്ങൾ, താപവൈദ്യുത നിലയങ്ങൾ എന്നിവ അധികമുള്ള സ്ഥലങ്ങളിൽ എന്താണ്, വായു മലിനീകരണ സാധ്യത വളരെ കൂടുതലാണ്. അതിൻ്റെ കാരണം എന്താണ്, അത്തരം ഈ ഫാക്ടറികൾ, മോട്ടോർ വാഹനങ്ങൾ, താപവൈദ്യുത നിലയങ്ങൾ എന്നിവ കൂടുതലുള്ള പ്രദേശങ്ങളിൽ വായു മലിനീകരണ സാധ്യത വളരെ കൂടുതലാണ്. കാരണം എന്താണ്, അത്തരം മേഖലകളിൽ നമ്മളെ സൾഫർ ഓക്സൈഡും അതേപോലെ നൈട്രജൻ ഓക്സൈഡുള്ള വാതകങ്ങളൊക്കെ എന്ത് ചെയ്യും, ധാരാളമായിട്ട് അന്തരീക്ഷ വായുവിൽ ഇങ്ങനെ എത്തിച്ചേരും. അപ്പോൾ സൾഫർ ഡൈ ഓക്സൈഡും അത് സൾഫറിൻ്റെയും നൈട്രജൻ്റെയും ഓക്സൈഡുകൾ എന്ത് ചെയ്യും, അന്തരീക്ഷ വായുവിൽ ധാരാളമായി ഇങ്ങനെ എത്തിച്ചേരും. അപ്പോൾ ഇത്തരം വാതകങ്ങൾ എന്ത് ചെയ്യും, മഴ പെയ്യുമ്പോൾ മഴവെള്ളത്തിൽ ലയിച്ചുകൊണ്ട് ആസിഡുകളായിട്ട് ഭൂമിയിലെത്തും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഓക്സൈഡുകൾ എന്താണ്, ജലത്തിൽ ലയിച്ചാൽ അതിന് ആസിഡിൻ്റെ സ്വഭാവം കാണിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവ ജലവുമായി പ്രവർത്തിച്ചാൽ എന്ത് ചെയ്യും, ആസിഡിൻ്റെ സ്വഭാവമുള്ള ജലമായിട്ട് ഭൂമിയിലെത്തും. ഇതാണെന്ത്, അമ്ലമഴ അല്ലെങ്കിൽ ആസിഡ് റെയിൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ അമ്ലമഴയ്ക്ക് കാരണമാകുന്ന ഓക്സൈഡുകളാണ് സൾഫറിൻ്റെയും നൈട്രജൻ്റെയും ഓക്സൈഡുകളാണ് അമ്ലമഴയ്ക്ക് കാരണമാകുന്നത്. അപ്പോൾ ഈ അമ്ലമഴ ഉണ്ടാകാനുള്ള സാധ്യതകൾ എങ്ങനെയാണ്, കൂടുതൽ ഫാക്ടറികൾ, വാഹനത്തിൻ്റെ പുകയൊക്കെ ധാരാളമായി വരുന്ന സ്ഥലങ്ങളിലാണ് അമ്ലമഴയ്ക്ക് സാധ്യത. കാരണം എന്താണ്, ധാരാളം സൾഫറിൻ്റെയും നൈട്രജൻ്റെയും ഓക്സൈഡുകൾ അന്തരീക്ഷ വായുവിലെത്തും. ഇത് ജലവുമായി പ്രവർത്തിച്ച് എന്ത് ചെയ്യും, ആ ജലത്തിനൊരു ആസിഡിൻ്റെ സ്വഭാവം കൈവരും. ഇതാണെന്ത്, ആസിഡ് റെയിൻ അല്ലെങ്കിൽ അമ്ലമഴ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഇവിടെ മാപ്പായിട്ട് കാണിക്കുന്നുണ്ട്, സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഓക്സൈഡുകൾ തുടങ്ങിയവ ആസിഡ് സ്വഭാവമുള്ള ഓക്സൈഡുകൾ എന്ത് ചെയ്യും, അന്തരീക്ഷത്തിലേക്ക് സ്വതന്ത്രമാക്കപ്പെടും. ഇപ്പോൾ ഫാക്ടറികളുടെയൊക്കെ പുകക്കുഴയിൽ നിന്ന്, വാഹനങ്ങളുടെ പുകക്കുഴയിൽ നിന്നൊക്കെയാണ് ഇത് കൂടുതൽ വരുന്നത്. അപ്പോൾ ഈ വാതകങ്ങൾ എന്ത് ചെയ്യും, കാറ്റ് വഹിക്കും. വാതകങ്ങൾ മഴവെള്ളത്തിൽ ലയിച്ച് ചേർന്ന് എന്ത് ചെയ്യും, അമ്ലമഴ ഉണ്ടാവും. ഈ അമ്ലമഴ എന്ന് പറഞ്ഞാൽ പരിസ്ഥിതിക്ക് വളരെയേറെ ദോഷം ചെയ്യുന്ന ഒരു സംഭവമാണ്, പ്രതിഭാസമാണെന്ത്, അമ്ലമഴ. അമ്ലമഴയുടെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്താണ്, ഇലകളെ നശിപ്പിക്കുന്നത് കാരണം എന്ത് ചെയ്യും, പ്രകാശ സംശ്ലേഷണത്തിലൂടെ അന്നജം നിർമ്മിക്കാനുള്ള കഴിവ് സസ്യങ്ങൾക്ക് ഇല്ലാതെയാക്കും. അതേപോലെ കഠിനമായ അമ്ലമായ ഒരു ഭൂപ്രദേശത്തെ ഹരിതാപമല്ലാതാക്കും. അതായത് ഒരു ഭൂപ്രദേശത്തെ പച്ചപ്പ് ഇല്ലാതാക്കുന്നതാണ് എന്ത്, അമ്ലമഴ. പിന്നെ ജലത്തിന് അമ്ലഗുണം ഉണ്ടാകുന്നതിനാൽ എന്ത് ചെയ്യും, മത്സ്യങ്ങളുടെയും പവിഴപ്പുറ്റുകളുടെയും നാശത്തിനൊക്കെ കാരണമാകും. അപ്പോൾ അമ്ലമഴ കൊണ്ടുള്ള ദോഷങ്ങളാണ്, ഇലകളെ നശിപ്പിക്കുന്ന കാരണം എന്ത് ചെയ്യും, പ്രകാശ സംശ്ലേഷണത്തിലൂടെ അന്നജം നിർമ്മിക്കാനുള്ള കഴിവ് സസ്യങ്ങൾക്ക് ഇല്ലാതാകും. അതുപോലെ കഠിനമായ അമ്ലമായ ഒരു ഭൂപ്രദേശത്തെ ഹരിതാപം അല്ലാതാക്കും. ജലത്തിന് അമ്ലഗുണം ഉണ്ടാകുന്നതിനാൽ എന്ത് ചെയ്യും, മത്സ്യങ്ങളുടെയും പവിഴപ്പുറ്റുകളുടെയും നാശത്തിനും ഇത് കാരണമാകും. ഈ അമ്ലമഴ കുറക്കാൻ നമുക്ക് കഴിയുന്ന മുൻകരുതൽ എന്താണ്, ഫോസിൽ ഇന്ധനങ്ങളുടെ അമിതോപയോഗം കുറക്കുക. ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വാഹനങ്ങളുടെ പുകയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ പെട്രോൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. പെട്രോളൊക്കെ നമ്മളെ ഫോസിൽ ഇന്ധനമാണ്. അപ്പോൾ ഈ പെട്രോൾ, ഡീസൽ ഇങ്ങനെയുള്ള പ്രകൃതി ഇതൊക്കെ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്താണ്, ഇതുപോലെ അന്തരീക്ഷത്തിൽ നൈട്രജൻ്റെയും സൾഫറിൻ്റെയും ഓക്സൈഡുകൾ ധാരാളം ഉണ്ടാകാൻ കാരണപ്പെടുന്ന പ്രതിഭാസമാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഫോസിൽ ഇന്ധനങ്ങളുടെ അമിതമായ ഉപയോഗം കുറയ്ക്കുക. ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, അവയിലെ സൾഫർ സംയുക്തങ്ങൾ പരമാവധി നീക്കം ചെയ്യാൻ ശ്രമിക്കുക. ഈ ഫോസിൽ ഇന്ധനങ്ങൾ ഇനി അഥവാ ഉപയോഗിക്കുകയാണ് എന്ത് ചെയ്യുക, അവയിലെ സൾഫർ സംയുക്തങ്ങൾ എന്ത് ചെയ്യുക, പരമാവധി നീക്കം ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്കതിൽ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഇത്രയും അമ്ലമഴ ഈ കാര്യങ്ങളൊക്കെ ഇതുവരെ പഠിച്ചു. ആസിഡിനെ കുറിച്ച് അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. ഇനി എന്ത് ചെയ്യുക, ഇന്ന് നമുക്ക് ആൽക്കലിയെ കുറിച്ച് പഠിക്കാം. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളതാണ് ആൽക്കലികളെ കുറിച്ച് പഠിക്കാം.
ആൽക്കലികളുടെ പൊതു സ്വഭാവങ്ങൾ നമ്മൾ മുൻപ് പഠിച്ചതാണ്. മുൻപ് നമ്മുടെ മൊഡ്യൂൾ കണ്ടവർക്കറിയാം. ഇത് നമ്മൾ ഒരു തവണ ചർച്ച ചെയ്ത് പോകുന്നതാണ്. ഇനി ഒരു ഉൽപ്പന്നം വാച്ച് ഗ്ലാസ്സിലെടുത്ത് 2-3 തുള്ളി ജലം ചേർക്കുക, ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ച് സ്വഭാവം കണ്ടെത്തുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്കൊരു രാസപ്രവർത്തനം തന്നിട്ടുണ്ട്. മഗ്നീഷ്യവും ജലവുമായി പ്രവർത്തിച്ച് എന്ത് ചെയ്യും? മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവും. മഗ്നീഷ്യവും ജലവുമായി പ്രവർത്തിച്ച് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവും. അതിൻ്റെയാണിത് MgO+H2O എന്താവും? MgOH2 ആയി മാറും. ഇനി ഇവിടെ ഒരു പരീക്ഷണം ചെയ്യാൻ പറയണേ. അതിലിവിടെ നീറ്റു കക്ക എന്ന് പറഞ്ഞു. നീറ്റു കക്കയുടെ രാസനാമം എന്താണ്? കാൽഷ്യം ഓക്സൈഡാണ്. അപ്പോൾ നീറ്റു കക്കയുടെ രാസനാമം എന്താണ്? കാൽഷ്യം ഓക്സൈഡ്. നീറ്റു കക്ക എന്ന് പറഞ്ഞാൽ അതൊരു ആൽക്കലിയാണ്, അല്ലെങ്കിൽ ബേസാണ്. അതിൻ്റെ രാസനാമം എന്താണ്? കാൽഷ്യം ഓക്സൈഡാണ്. നമ്മൾ നേരത്തെ മാർബിളിൻ്റെ കാര്യം പറഞ്ഞു. മാർബിളിൻ്റെ എന്താണ്? കാൽഷ്യം കാർബണേറ്റ് ആണ് എന്ത്? മാർബിൾ. ഇവിടെ കാൽഷ്യം ഓക്സൈഡാണ് എന്ത്? നീറ്റു കക്ക. മാർബിൾ കഷ്ണങ്ങൾ ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ മാർബിളിൻ്റെ എന്താണ്? മാർബിൾ കാൽഷ്യം കാർബണേറ്റ് ആണ്. ഇവിടെ നോട്ട് ചെയ്യുക. മാർബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കാൽഷ്യം കാർബണേറ്റ് ആണ് മാർബിൾ. കാൽഷ്യം കാർബണേറ്റ് ആണ് മാർബിൾ. ഇനി നീറ്റു കക്കയുടെ രാസനാമം എന്താണ്? നീറ്റു കക്ക എന്ന് പറഞ്ഞാൽ എന്താ? ബേസിന് ഉദാഹരണമാണ്. നീറ്റു കക്കയുടെ രാസനാമം കാൽഷ്യം ഓക്സൈഡാണ്. ഒന്ന് കാൽഷ്യം കാർബണേറ്റ് ആണ്, ഒന്ന് കാൽഷ്യം ഓക്സൈഡാണ്. മാറരുത്, തമ്മിൽ മാറരുത്. അപ്പോൾ നീറ്റു കക്ക കാൽഷ്യം ഓക്സൈഡാണ്, മാർബിള് കാൽഷ്യം കാർബണേറ്റ് ആണ്. അവിടെ നമ്മൾ ആസിഡ് കാർബണേറ്റുകളായി പ്രവർത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. ആ പ്രവർത്തനം കാണിക്കാനാണ് നമ്മൾ എന്തെടുത്തത്? കാർബണേറ്റായ എന്തെടുത്തത്? മാർബിൾ എടുത്തത്. അപ്പോൾ കാൽഷ്യം കാർബണേറ്റ് അതങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഇവിടെ നമ്മൾ ആൽക്കലിയാണ് എന്ത് ചെയ്യും? അപ്പോൾ നീറ്റു കക്ക എന്ന് പറഞ്ഞാൽ കാൽഷ്യം ഓക്സൈഡാണ്. അപ്പോൾ അതെടുത്തുള്ള ഒരു പരീക്ഷണമാണ് ഇവിടെ. കാൽഷ്യം ഓക്സൈഡും ജലവുമായി പ്രവർത്തിച്ചാൽ എന്താണ് ഉണ്ടാകുന്നത് എന്നുള്ളത്. ലോഹ ഓക്സൈഡുകൾ എന്താണ്? പൊതുവേ ബേസിക് സ്വഭാവം കാണിക്കുന്നു. ജലത്തിൽ ലയിക്കുന്ന ബേസുകളാണെന്ത്? ആൽക്കലികൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ലോഹ ഓക്സൈഡുകൾ നമ്മളിപ്പോൾ പറഞ്ഞ നീറ്റു കക്ക പോലുള്ള ഓക്സൈഡുകൾ. നീറ്റു കക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? കാൽഷ്യം ഓക്സൈഡാണ്. അപ്പോൾ അതുപോലുള്ള എന്ത് ചെയ്യും? ഓക്സൈഡുകൾ പൊതുവേ എന്താണ്? ബേസിക് സ്വഭാവം കാണിക്കും. അതായത് ആൽക്കലിയുടെ സ്വഭാവം കാണിക്കും. ലോഹ ഓക്സൈഡുകളൊക്കെ ആൽക്കലിയുടെ സ്വഭാവമാണ് കാണിക്കുന്നത്. അപ്പോൾ ജലത്തിൽ ലയിക്കുന്ന ബേസുകളാണെന്ത്? ആൽക്കലികൾ എന്ന് പറയുന്നു. ബേസിക് സ്വഭാവം കാണിക്കും. അപ്പോൾ ജലത്തിൽ ലയിക്കുന്ന ബേസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആൽക്കലികളെന്ന് പറയുന്നത്. ജലത്തിൽ ലയിക്കുന്ന ബേസുകളെയാണ് നമ്മളെന്ത്? ആൽക്കലികളെന്ന് പറയുന്നത്. ഇനി താഴെ കുറച്ച് ഉദാഹരണം തന്നിട്ടുണ്ട്. അതിൽ ബേസിക് സ്വഭാവം ഉള്ളവയെ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞത്. ഇനി താഴെ ആൽക്കലികളുടെ രാസനാമവും അതിൻ്റെ രാസസൂത്രം എഴുതാനും പറഞ്ഞിട്ടുണ്ട്. K2O, SO2, P2O5, MgO, CaO, NO2 എന്നിവയൊക്കെ അതിൽ ബേസിക് സ്വഭാവമുള്ളവയെ കണ്ടെത്തി എഴുതാനാണ്. അത് നിങ്ങളൊന്ന് കണ്ടെത്തി എഴുതുക. ഇനി ആൽക്കലികളുടെ രാസനാമവും രാസസൂത്രവും. സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH. ഇനി കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണെങ്കിലോ CaOH ആണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. അമോണിയം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ NH4OH ആണ്. NH4OH ആണ് എന്ത്? അമോണിയം ഹൈഡ്രോക്സൈഡ്. ഇനി പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണെങ്കിലോ? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ എന്താണ്? പൊട്ടാസ്യം ഹൈഡ്രൈഡ്. പൊട്ടാസ്യത്തിൻ്റെ രാസസൂത്രം എന്താണ്? K ആണ്. അപ്പോൾ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്താണ്? KOH ആണ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് KOH. അപ്പോൾ ഇത് പ്രത്യേകം ആൽക്കലികൾക്ക് ഉദാഹരണമാണ്. അവയുടെ രാസസൂത്രവും നോട്ട് ചെയ്ത് വെക്കുക. സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH ആണ്. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്താണ്? CaOH ആണ്. അമോണിയം ഹൈഡ്രോക്സൈഡ് NH4OH ആണ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് KOH ആണ്. പൊട്ടാസ്യത്തിൻ്റെ നമുക്കറിയാം പ്രതീകം എന്താണ്? K ആണ്. പിന്നെ ഹൈഡ്രോക്സൈഡ് എന്താണ്? OH ആണ്. അപ്പോൾ KOH അത് നോട്ട് ചെയ്ത് വെക്കുക. അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെ സോഡിയം ഹൈഡ്രോക്സൈഡ് അഥവാ NaOH എന്ത് ചെയ്യുക? ജലവുമായി പ്രവർത്തിക്കുമ്പോൾ എന്തുണ്ടാവും? Na+ഉം OH-. ഇതാണ് എന്ത്? ഹൈഡ്രോക്സൈഡ് അയോണുകൾ എന്ന് പറയുന്നത്.
ഇവിടെ Na പ്ലസും OH മൈനസും ഉണ്ടാവും. ഇതാണ് ഹൈഡ്രോക്സൈഡ് അയോണുകൾ എന്ന് പറയുന്നത്. ജലീയ ലായനിൽ എന്ത് ചെയ്യും? ഹൈഡ്രോക്സൈഡ് OH നെഗറ്റീവ് അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ആൽക്കലികൾ. അപ്പോൾ ജലീയ ലായനികളിൽ ഹൈഡ്രോക്സൈഡ് അഥവാ OH മൈനസ് അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ആൽക്കലികൾ. നമ്മൾ നേരത്തെ ആസിഡിനെ കുറിച്ച് പറഞ്ഞു. ജലീയ ലായനികളിൽ ഹൈഡ്രജൻ അയോണിൻ്റെ, അതായത് H+ അയോണിൻ്റെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്നത് ആസിഡാണ്. എന്നാൽ ഹൈഡ്രോക്സൈഡ് OH മൈനസ് അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ ജലീയ ലായനിൽ വർദ്ധിപ്പിക്കുന്നത് ആൽക്കലികളാണ്. ഇനി ബേസുകളും ആൽക്കലികളും എന്നുള്ള ഒരു ചെറിയൊരു കോളമുണ്ട്. അതെന്താണെന്ന് നോക്കാം. എല്ലാ ബേസുകളും എന്താണ്? ആൽക്കലികളല്ല. അപ്പോൾ എല്ലാ ബേസുകളും എന്താണ്? ആൽക്കലികളല്ല. ജലത്തിൽ ലയിക്കുന്ന ബേസുകളെയാണ് നമ്മളെന്ത്? ആൽക്കലികൾ എന്ന് പറയുന്നത്. അപ്പോൾ ആൽക്കലികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ജലത്തിൽ ലയിക്കുന്ന ബേസുകളാണ്. അപ്പോൾ നമുക്ക് എല്ലാ ബേസുകളെയും ആൽക്കലികളാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പ്രതീക്ഷിക്കാം: എല്ലാ ബേസുകളും എന്താണ്? ആൽക്കലികളല്ല. അപ്പോൾ ശരിയായ പ്രസ്താവന കണ്ടെത്താനായിരിക്കും ചിലപ്പോൾ വരിക. അപ്പോൾ എല്ലാ ബേസുകളും ആൽക്കലികളല്ല, അല്ലെങ്കിൽ എല്ലാ ബേസുകളും ആൽക്കലികളാണ് എന്ന് തരാം. അപ്പോൾ എല്ലാ ബേസുകളും ആൽക്കലികളാണ് എന്ന് പറഞ്ഞാൽ ആ പ്രസ്താവന തെറ്റാണ്. അപ്പോൾ എല്ലാ ബേസുകളും എന്താണ്? ആൽക്കലികളല്ല. പിന്നെ ആൽക്കലികൾ എപ്പോഴാണ് ആവുന്നത്? ജലത്തിൽ ലയിക്കുമ്പോഴാണ്. ഒരു ബേസ് ജലത്തിൽ ലയിക്കുമ്പോഴാണത് ആൽക്കലി ആവുന്നത്. അതുകൊണ്ട് നമുക്ക് നിസ്സംശയം പറയാം, എല്ലാ ബേസുകളും എന്താണ്? ആൽക്കലികളല്ല. നമ്മൾ എല്ലാ ധാതുക്കളും അയിരുകളല്ല, എന്നാൽ എല്ലാ അയിരുകളും ധാതുക്കളാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതുപോലൊരു സ്റ്റേറ്റ്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗമാണ് എന്ത്? ഈ ആൽക്കലിയെക്കുറിച്ചുള്ള ഈ ഒരു ഭാഗം. അപ്പോൾ എല്ലാ ബേസുകളും എന്താണ്? ആൽക്കലികൾ അല്ല. എല്ലാ ബേസുകളും ആൽക്കലികൾ അല്ല. അപ്പോൾ ജലത്തിൽ ലയിക്കുന്ന ബേസുകളാണ് നമ്മളെന്ത്? ആൽക്കലികളെന്ന് പറയുന്നത്. ഇനി NaOH, KOH, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, അതേപോലെ നൈട്രജൻ ഹൈഡ്രോക്സൈഡ് എന്നിവ എന്താണ്? ആൽക്കലികളാണ്. അപ്പോൾ ഇവിടെ ആൽക്കലികൾ പൊട്ടാസ്യം അല്ല, അമോണിയ ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും എന്താണ്? ആൽക്കലികൾക്ക് ഉദാഹരണമാണ്. NaOH എന്ന് പറഞ്ഞാൽ എന്താണ്? അമോണിയം ഹൈഡ്രോക്സൈഡാണ്. KOH എന്ന് പറഞ്ഞാൽ എന്ത്? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡാണ്. അപ്പോൾ അമോണിയ ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും എന്താണ്? ആൽക്കലികളാണ്. എന്നാൽ അലുമിനിയം ഹൈഡ്രോക്സൈഡ്, അതുപോലെ കോപ്പർ ഹൈഡ്രോക്സൈഡ് എന്നിവ എന്താണ്? ബേസുകളാണെങ്കിൽ എന്ത് ചെയ്യും? ജലത്തിൽ ലയിക്കില്ല. അതുകൊണ്ട് എന്താണ്? ഇവ ആൽക്കലികളായിട്ട് കണക്കാക്കില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ചോദ്യം എങ്ങനെ പ്രതീക്ഷിക്കാം? ആൽക്കലികളും കണ്ടെത്താൻ പറഞ്ഞുകൊണ്ട് നമുക്ക് തരാം. അപ്പോൾ ഇതിൽ NaOH അഥവാ അമോണിയ ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് KOHും എന്താണ്? ആൽക്കലികളാണ്. കാരണം ഇവ ജലത്തിൽ ലയിക്കും. എന്നാൽ അലുമിനിയം ഹൈഡ്രോക്സൈഡും അതേപോലെ കോപ്പർ ഹൈഡ്രോക്സൈഡും എന്തുണ്ട്? ജലത്തിൽ ലയിക്കില്ല. ഇവ എന്താണ്? ബേസുകളാണ്. ഇവ ബേസുകളാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഇവ ജലത്തിൽ ലയിക്കില്ല. അതുകൊണ്ട് നമുക്ക് ഇവയെ ആൽക്കലികളാണെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ആൽക്കലി എന്നുള്ള കൺസെപ്റ്റ് കിട്ടിയെന്ന് ഇരിക്കുന്നു. എല്ലാ ബേസുകളും എന്താണ്? ആൽക്കലികളല്ല. ജലത്തിൽ ലയിക്കുന്ന ബേസുകളെയാണ് നമ്മൾ ആൽക്കലികളെന്ന് പറയുന്നത്. ലോഹ ഓക്സൈഡുകൾ പൊതുവെ ബേസിക് സ്വഭാവം കാണിക്കുന്നവയാണ്. എന്നാൽ ചുരുക്കം ചില ഓക്സൈഡുകൾ ആസിഡിൻ്റെയും ബേസിൻ്റെയും സ്വഭാവമുണ്ട്. ഇവയെയാണ് നമ്മളെന്ത്? ആംഫറ്റിക് ഓക്സൈഡുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ലോഹ ഓക്സൈഡുകൾ പൊതുവെ എന്താണ്? ബേസിക് സ്വഭാവം കാണിക്കുന്നവയാണ്. ലോഹ ഓക്സൈഡുകൾ നമ്മൾ മിക്ക ലോഹ ഓക്സൈഡുകൾ എടുത്തു നോക്കിയാൽ അതിൽ ഭൂരിഭാഗവും എന്താണ്? ബേസിക് സ്വഭാവമാണ് കാണിക്കുന്നത്. എന്നാൽ എല്ലാ ലോഹ ഓക്സൈഡുകളും അങ്ങനെ ബേസിക് സ്വഭാവം കാണിക്കുന്നവയല്ല. ചുരുക്കം അല്ലെങ്കിൽ വളരെ കുറച്ച് ചില ഓക്സൈഡുകൾ എന്ത് ചെയ്യും? ആസിഡിൻ്റെയും ബേസിൻ്റെയും സ്വഭാവം കാണിക്കും. രണ്ടിൻ്റെയും സ്വഭാവം കാണിക്കും. അപ്പോൾ ഇങ്ങനെ രണ്ടിൻ്റെയും സ്വഭാവം കാണിക്കുന്നതിനെ നമ്മൾ എന്ത് ചെയ്യും? ആംഫോറ്റൈക് ഓക്സൈഡുകൾ എന്ന് പറയുന്നു. ആംഫോറ്റൈറിക് ഓക്സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ആസിഡിൻ്റെയും ബേസിൻ്റെയും സ്വഭാവം കാണിക്കുന്ന ലോഹ ഓക്സൈഡുകളെയാണ് നമ്മൾ എന്ത് ചെയ്യും? ആംഫോറ്റൈറിക് ഓക്സൈഡുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആസിഡിൻ്റെയും ബേസിൻ്റെയും പൊതു സ്വഭാവം കാണിക്കുന്ന, അല്ലെങ്കിൽ രണ്ടിൻ്റെയും സ്വഭാവം കാണിക്കുന്ന
ബേസുകളെ നമ്മൾ എന്ത് പറയും? ആംഫോറ്റൈറിക് ബേസ് ഓക്സൈഡ് എന്ന് പറയും. അപ്പോൾ നമ്മൾ എല്ലാ ഓക്സൈഡുകൾ ലോഹ ഓക്സൈഡ് എടുത്താൽ എന്താണ്? ലോഹ ഓക്സൈഡുകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ മിക്ക ലോഹ ഓക്സൈഡുകൾ എന്താണ്? ബേസുകളാണ്, ബേസിക് സ്വഭാവമാണ് കാണിക്കാറുള്ളത്. എന്നാൽ നമ്മൾ ചില അപൂർവമായിട്ട് ചില ലോഹ ഓക്സൈഡുകൾ എന്ത് ചെയ്യും? ഈ രണ്ടിൻ്റെയും സ്വഭാവം കാണിക്കും. ആസിഡിൻ്റെയും ബേസിൻ്റെയും സ്വഭാവം കാണിക്കും. അപ്പോൾ ഇങ്ങനെ ഈ രണ്ടിൻ്റെയും സ്വഭാവം കാണിക്കുന്ന ഈ ഒരു ഓക്സൈഡുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആംഫോറ്റൈറിക് ഓക്സൈഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ആംഫോറ്റൈറിക് ഓക്സൈഡുകളുടെ ഉദാഹരണമാണ് എന്ത്? അലുമിനിയത്തിൻ്റെ ഓക്സൈഡും അതുപോലെ സിങ്കിൻ്റെ ഓക്സൈഡും. അലുമിനിയത്തിൻ്റെ ഓക്സൈഡും സിങ്കിൻ്റെ ഓക്സൈഡും എന്തിന് ഉദാഹരണമാണ്? ആംഫോറ്റൈറിക് ഓക്സൈഡുകൾക്ക് ഉദാഹരണമാണ്. അലുമിനിയത്തിൻ്റെയും സിങ്കിൻ്റെയും ഓക്സൈഡുകൾ ആംഫോറ്റൈറിക് ഓക്സൈഡിന് ഉദാഹരണമാണ്. അപ്പോൾ ഈ ആംഫോറ്റൈറിക് ഓക്സൈഡുകളുടെ പ്രത്യേകത എന്താണ്? ഇവക്ക് ആസിഡിൻ്റെയും ബേസിൻ്റെയും സ്വഭാവം കാണിക്കുന്നത് കൊണ്ട് തന്നെ ആസിഡുമായിട്ടും ബേസുമായിട്ടും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയും. ഇപ്പോൾ രണ്ടിൻ്റെയും സ്വഭാവം കാണിക്കുന്നത് കൊണ്ട് എന്താണ്? രണ്ടുമായിട്ടും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയും. ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളുടെ രാസനാമം നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കാസ്റ്റിക് സോഡ, അതേപോലെ മിൽക്ക് ഓഫ് ലൈം, ചോക്ക് എന്നൊക്കെ പറയുന്നത് എന്താണ്? മിൽക്ക് ഓഫ് ലൈം, ചോക്ക് എന്നൊക്കെ പറയുന്നത് ഒന്നാണ്, ചോക്ക് പൊടി. അതേപോലെ കാസ്റ്റിക് പൊട്ടാഷ്. അപ്പോൾ ഈ മൂന്നിൻ്റെയും രാസനാമം നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം. ആദ്യം കാസ്റ്റിക് സോഡയുടെ രാസനാമം എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡാണ്. കാസ്റ്റിക് സോഡ എന്ന് പറയുമ്പോൾ അതിൻ്റെ രാസനാമം സോഡിയം ഹൈഡ്രോക്സൈഡാണ്. മിൽക്ക് ഓഫ് ലൈമിൻ്റെ രാസനാമം കാൽഷ്യം ഹൈഡ്രോക്സൈഡാണ്. ഇനി കാസ്റ്റിക് പൊട്ടാഷ് ആണെങ്കിലോ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡാണ്. നമ്മൾ കാസ്റ്റിക് സോഡ, കാസ്റ്റിക് പൊട്ടാഷ്. കാസ്റ്റിക് സോഡ ആകുമ്പോൾ സോഡിയമാണ്. സോഡിയം അതങ്ങനെ കണക്ട് ചെയ്താൽ കിട്ടും. കാസ്റ്റിക് സോഡ, അപ്പോൾ സോഡിയം അങ്ങനെ കണക്ട് ചെയ്യാലോ. സോഡിയം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, ഇതൊക്കെ നമ്മളെന്താണ്? ഹൈഡ്രോക്സൈഡ് സംയുക്തങ്ങളാണ്. അപ്പോൾ നമ്മൾ കാസ്റ്റിക് സോഡ, സോഡിയം, അപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ്. ഇനി കാസ്റ്റിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം. ഇനി മിൽക്ക് ഓഫ് ലൈം അല്ലെങ്കിൽ ചോക്ക് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ രാസനാമം എന്താണ്? കാൽഷ്യം ഹൈഡ്രോക്സൈഡാണ്. അപ്പോൾ മിൽക്ക് ഓഫ് ലൈം അല്ലെങ്കിൽ ചോക്ക് ഇതൊക്കെ രാസനാമം എന്താണ്? കാൽഷ്യം ഹൈഡ്രോക്സൈഡാണ്. നമ്മൾ കാസ്റ്റിക് സോഡയും കാസ്റ്റിക് പൊട്ടാസും ഇനി ഒരിക്കലും നിങ്ങൾക്ക് മാറില്ല, പേരിൽ തന്നെ കണക്ട് ചെയ്ത് വെക്കാം. മിൽക്ക് ഓഫ് ലൈം ആണെങ്കിൽ എന്താണ്? കാൽഷ്യം ഹൈഡ്രോക്സൈഡാണ്. ഇനി നമുക്കിതിൻ്റെ രാസസൂത്രം കൂടി നോക്കാം. കാസ്റ്റിക് സോഡൻ്റെ ആണെങ്കിൽ NaOH ആണ്. കാസ്റ്റിക് സോഡ എന്ന് പറയുമ്പോൾ NaOH ആണ്. നമ്മൾ രാസസൂത്രങ്ങളെ പീരിയോഡിക് ടേബിളിൻ്റെയൊക്കെ ഭാഗം പറഞ്ഞതാണ്. ഈ സോഡിയത്തിന് Na എന്ന് പേര് വരാൻ കാരണം എന്താണ്? ഈ സോഡിയത്തിൻ്റെ ലാറ്റിൻ നാമമായ നേറ്റീരിയം എന്ന പേരിൽ നിന്നാണ് അതിൻ്റെ സിമ്പലായ Na എന്ന് വരാൻ കാരണം. അപ്പോൾ നേറ്റീരിയം എന്നുള്ള സിമ്പലിൽ നിന്ന് ലാറ്റിൻ പേരിൽ നിന്നാണ് സോഡിയത്തിന് Na എന്നുള്ള പ്രതീകം വരാൻ കാരണം എന്ന് നമ്മൾ ആ പീരിയോഡിക് ടേബിളിൻ്റെ മൊഡ്യൂൾ ചർച്ച ചെയ്തപ്പോൾ വിശദമായിട്ട് പറഞ്ഞതാണ്. കാണാത്തവരത് കാണുക. അപ്പോൾ കാസ്റ്റിക് സോഡ അതിൻ്റെ രാസസൂത്രം സോഡിയം ഹൈഡ്രോക്സൈഡാണ്. അപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ആകുമ്പോൾ NaOH ആണ്. ഇനി കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആകുമ്പോൾ CaOH2 ആണ്. എന്ത്? കാൽഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ രാസസൂത്രം, അതായത് മിൽക്ക് ഓഫ് ലൈം. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ KOH ആണ്. പൊട്ടാസ്യത്തിൻ്റെ KOH ആണ്. പൊട്ടാസ്യത്തിനും ഇതിൻ്റെ പ്രതീകം K വരാൻ കാരണം എന്താണ്? അതിൻ്റെ ലാറ്റിൻ നാമത്തിൽ നിന്നാണ് അതിൻ്റെ പ്രതീകം വന്നത്. K എന്നുള്ള പ്രതീകം വരാൻ കാരണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇത് നിർബന്ധമായിട്ടും എന്ത് ചെയ്യും? നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. പ്രീവിയസ് ക്വസ്റ്റ്യന് വന്ന ഭാഗമാണ്. നിങ്ങൾ ഏത് പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്താലും കെമിസ്ട്രിയുടെ ഭാഗത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു സംഭവമാണ് എന്ത്? കാസ്റ്റിക് സോഡയുടെ അല്ലെങ്കിൽ കാസ്റ്റിക് പൊട്ടാഷിൻ്റെ രാസനാമം. അതുപോലെ നമ്മൾ പഠിച്ച മാർബിളിൻ്റെ രാസനാമം നമ്മൾ പറഞ്ഞു എന്താണ്? കാൽഷ്യം കാർബണേറ്റ് ആണ്. അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്? അതുപോലെ നമ്മൾ ആൽക്കലിയിൽ പറഞ്ഞ രാസനാമം എന്താണ്? കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. ഓക്കെ.
കാൽഷ്യം ഹൈഡ്രോക്സൈഡ് അല്ല, കാൽഷ്യം ഓക്സൈഡ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും നോട്ട് ചെയ്ത് വെക്കണം. നമ്മളിവിടെ ആൽക്കലിയുടെ ഭാഗം പറഞ്ഞതാണ് എന്ത്, നീറ്റുകക്ക, അതായത് കാൽഷ്യം ഓക്സൈഡ്. നീറ്റുകക്കയുടെ രാസനാമം കാൽഷ്യം ഓക്സൈഡ്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അതുപോലെ കാസ്റ്റിക് സോഡ, മിൽക്ക് ഓഫ് ലൈം, കാസ്റ്റിക് പൊട്ടാഷ്, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ രാസനാമങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. മാർബിളിൻ്റെ രാസനാമം എന്താണ്? കാൽഷ്യം കാർബണേറ്റ് ആണ്. നീറ്റുകക്കയുടെ രാസനാമം കാൽഷ്യം ഓക്സൈഡാണ്. കാസ്റ്റിക് സോഡ ആണെങ്കിലോ കാസ്റ്റിക് സോഡ എന്ന് കണക്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം സോഡിയം ഹൈഡ്രോക്സൈഡാണ്. കാസ്റ്റിക് പൊട്ടാഷ് ആണെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡാണ്. ഇനി മിൽക്ക് ഓഫ് ലൈം അല്ലെങ്കിൽ ചോക്ക് എന്നതൊക്കെ രാസനാമം എന്താണ്? കാൽഷ്യം ഹൈഡ്രോക്സൈഡാണ്. അപ്പോൾ കാൽഷ്യം ഓക്സൈഡ് എന്ന് പറയുമ്പോൾ നീറ്റുകക്കയാണ്. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുമ്പോൾ മിൽക്ക് ഓഫ് ലൈം അല്ലെങ്കിൽ ചോക്ക്. ഓക്കെ, ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തമാണ് അറീനിയസ് സിദ്ധാന്തം. സ്വാൻ്റെ അറീനിയസ് എന്നുള്ള ഒരു ശാസ്ത്രജ്ഞൻ്റെ സിദ്ധാന്തമാണെന്ത്? അറീനിയസ് സിദ്ധാന്തം. അത് ആസിഡിൻ്റെയും ആൽക്കലിയെയും കുറിച്ചുള്ള ഒരു പൊതു സിദ്ധാന്തമാണ് എന്ത്? അറീനിയസ് സിദ്ധാന്തം. അപ്പോൾ അറീനിയസ് സിദ്ധാന്തം ഉണ്ടാക്കിയത് അല്ലെങ്കിൽ അറീനിയസ് സിദ്ധാന്തത്തിൻ്റെ വക്താവാണത് സ്വാൻ്റെ അറീനിയസ് ആണ്. അറീനിയസ് സിദ്ധാന്തത്തിൻ്റെ വക്താവ്. അപ്പോൾ ആസിഡുകളെയും ആൽക്കലികളെയും കുറിച്ചുള്ള പൊതുവായിട്ടുള്ളൊരു സിദ്ധാന്തമാണിത് അറീനിയസ് സിദ്ധാന്തം. അതെന്താണെന്നുള്ളത് നോക്കാം. 1887 സ്വീഡിഷ് ശാസ്ത്രജ്ഞനായ സ്വാൻ്റെ അറീനിയസ് ആണെന്ത് ആസിഡുകളെയും ബേസുകളെയും കുറിച്ചുള്ള ശാസ്ത്രീയ സിദ്ധാന്തം അവതരിപ്പിച്ചത്. അപ്പോൾ 1887 എന്ത് സ്വാൻ്റെ അറീനിയസ് ആസിഡുകളെയും ബേസുകളെയും കുറിച്ച് ഉള്ള അറീനിയസ് സിദ്ധാന്തം അവതരിപ്പിച്ചത്. 1887 സ്വീഡിഷ് ശാസ്ത്രജ്ഞനാണ്. ഇനി എന്താണ് അറീനിയസ് സിദ്ധാന്തം എന്ന് നോക്കാം. ഏതൊരു ആസിഡും ബേസും ജലത്തിൽ ലയിക്കുമ്പോൾ അവ അയോണുകളായിട്ട് വിഭജിക്കപ്പെടുമെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. ജലീയ ലായനിയിൽ H+ അയോണുകൾ സ്വതന്ത്രമാക്കാൻ കഴിയുന്നവയാണ് ആസിഡുകളെന്നും OH നെഗറ്റീവ് അയോണുകൾ സ്വതന്ത്രമാക്കാൻ കഴിയുന്നവയാണ് ബേസുകളെന്നുമാണ് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം. അപ്പോൾ ഏതൊരു ആസിഡും ബേസും ജലത്തിൽ ലയിക്കുമ്പോൾ എന്ത് ചെയ്യും? അവ അയോണുകളായി വിഭജിക്കപ്പെടും. അറീനിയസ് സിദ്ധാന്തം എന്താണ്? ഏതൊരു ആസിഡോ അല്ലെങ്കിൽ ബേസോ ജലത്തിൽ ലയിക്കുമ്പോൾ എന്ത് ചെയ്യും? അവ അയോണുകളായിട്ട് വിഭജിക്കപ്പെടും. ഈ അയോണുകളുടെ പ്രത്യേകത എന്താണ്? വിപരീത ചാർജുള്ള അയോണുകളായിട്ടാണ് ഇവ വിഭജിക്കപ്പെടുന്നത്. ഇനി അദ്ദേഹം എന്ത് പറഞ്ഞു? ജലീയ ലായനിൽ H+ അയോണുകൾ സ്വതന്ത്രമാക്കാൻ കഴിയുന്നവയാണ് ആസിഡ് എന്നും OH- അയോണുകൾ സ്വതന്ത്രമാക്കാൻ കഴിയുന്നവയാണ് ആൽക്കലി എന്നും കഴിയുന്നവയാണ് ബേസുകളും എന്നാണ് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിദ്ധാന്ത പ്രകാരം ആസിഡ് ആണെങ്കിൽ എന്ത് ചെയ്യും? ജലീയ ലായനിൽ എന്ത് ചെയ്യും? H+ അയോണുകളെ സ്വതന്ത്രമാക്കുന്നു. ഇനി ജലീയ ലായനിൽ OH- അയോണുകളെ സ്വതന്ത്രമാക്കുന്നെങ്കിൽ അതാണെന്ത്? ബേസ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം. ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നിർവീകരണ പ്രവർത്തനം അല്ലെങ്കിൽ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. ഈ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്താണ്? അതായത് ഇത് രണ്ട് ആസിഡും ബേസുകളും തമ്മിൽ പ്രവർത്തിച്ച് നിർവീര്യമാകുന്ന അവസ്ഥയാണെന്ത്? ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ നിർവീകരണ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇവിടെ അതിനുള്ള ഉദാഹരണമാണ് നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡും അതുപോലെ സോഡിയം ഹൈഡ്രോക്സൈഡും ലായനിയൊക്കെ എടുത്തിട്ട് അതിൽ 1-2 തുള്ളി ഫിനോഫ്തലിന് ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ പ്രവർത്തനം എന്നിട്ട് നിരീക്ഷിക്കാനാണ്. അപ്പോൾ ആസിഡും ബേസും തമ്മിൽ പ്രവർത്തിച്ച് അവയുടെ ഗുണങ്ങൾ പരസ്പരം ഇല്ലാതെയാകുന്നു. ഇത്തരം രാസപ്രവർത്തനങ്ങളെയാണ് എന്ത്? നിർവീകരണ പ്രവർത്തനങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ആസിഡുകളും ബേസും തമ്മിൽ പ്രവർത്തിച്ച് അവയുടെ ഗുണങ്ങൾ എന്ത് ചെയ്യും? പരസ്പരം ഇല്ലാതെയാകുന്നു. ഇത്തരം പ്രവർത്തനങ്ങളാണ് എന്ത്? ഇത്തരം രാസപ്രവർത്തനങ്ങളാണ് നിർവീകരണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് അറിയപ്പെടുന്നത്. ആസിഡും ബേസും തമ്മിൽ പ്രവർത്തിച്ചാൽ എന്ത് ചെയ്യും? രണ്ടിൻ്റെയും ഗുണങ്ങൾ പരസ്പരം ഇല്ലാതെയാകും. അപ്പോൾ ഇത്തരം രാസപ്രവർത്തനങ്ങളാണെന്ത്? നിർവീകരണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് അറിയപ്പെടുന്നത്. ആ കൺസെപ്റ്റ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആസിഡും ബേസും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ എന്തു ചെയ്യും? രണ്ടിൻ്റെയും ഗുണങ്ങളില്ലാതെ അല്ലെങ്കിൽ പരസ്പരം ഇല്ലാതെയാവും.
ഇതിനെയാണ് എന്ത് ചെയ്യുന്നത്, നിർവീകരണ പ്രവർത്തനം അല്ലെങ്കിൽ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി നിർവീകരണ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണെന്ത്, ഗാഢത. നിർവീകരണ പ്രവർത്തനത്തിൽ ഗാഢത എന്താണ്, ഒരു പ്രധാന ഘടകമാണ്. ഇനി നമുക്ക് ഒരു ഉദാഹരണം പറയണേ, നമ്മുടെ ആമാശയത്തിൽ ദഹന പ്രവർത്തനത്തെ ഹൈഡ്രോക്ലോറിക് ആസിഡ് സഹായിക്കുമെന്ന് ബയോളജി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നമ്മൾ മുൻ മൊഡ്യൂളിൽ പറഞ്ഞതാണ്, നമ്മുടെ ദഹനത്തിന് വേണ്ടി നമ്മുടെ ശരീരത്തിൽ കുറച്ച് ആസിഡുകൾ, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടും എന്ന് പറഞ്ഞു നമ്മുടെ ആമാശയത്തിൽ. അപ്പോൾ ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ ഇത് അധികമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്, അത് ഈ വെള്ളം കൂടി കുറയുമ്പോഴോ അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യും, ഈ ആമാശയത്തിലുള്ള ഈ ആസിഡിൻ്റെ അളവ്, ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ അളവ് കൂടുമ്പോൾ ആ ഒരു അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്, അസിഡിറ്റി അല്ലെങ്കിൽ ഗ്യാസ് ട്രബിൾ എന്നൊക്കെ നമ്മൾ പറയുന്ന അവസ്ഥ അതാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയങ്ങളിൽ എന്ത് ചെയ്യും, നമുക്ക് ഡോക്ടർമാർ തരുന്ന മരുന്ന് എന്തായിരിക്കും, ആ മരുന്നാണ് എന്ത്, അൻറ്റാസിഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം അസിഡിറ്റി, ആമാശയത്തിലെ അസിഡിറ്റി കുറക്കാൻ ഉപയോഗിക്കുന്ന ഔഷധങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അൻറ്റാസിഡുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ അൻറ്റാസിഡിൻ്റെ സ്വഭാവം എന്തായിരിക്കും, കാരണം അവിടെ ആസിഡാണ്, അപ്പോൾ അത് നിർവീര്യമാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ബേസിക സ്വഭാവമായിരിക്കും എന്ത് അൻറ്റാസിഡിന്. അപ്പോൾ അൻറ്റാസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബേസിക സ്വഭാവമായിരിക്കും. ഇത് ആസിഡുമായി പ്രവർത്തിച്ച് എന്താവും, നിർവീര്യമായി മാറും. അപ്പോൾ ഈ നമുക്ക് ഗ്യാസ് ട്രബിൾ ഉള്ളവർക്ക് ഡോക്ടർമാർ തരുന്നത് എന്തായിരിക്കും, അതൊരു ബേസിക് സ്വഭാവമുള്ള ഔഷധങ്ങളായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമാണ് അൻറ്റാസിഡ് മരുന്നാണ് സാധാരണ കൊടുക്കാറുള്ളത്. അപ്പോൾ ഈ അൻറ്റാസിഡ് എന്ത് ചെയ്യും, ഈ ആസിഡുമായി പ്രവർത്തിച്ചിട്ട് അത് നിർവീര്യമായി പോകും. അങ്ങനെ ഈ ആസിഡിൻ്റെ അളവ് കുറക്കും. ഇതാണ് നമ്മുടെ ഡോക്ടേഴ്സ് ചെയ്യുന്ന മരുന്നുമായിട്ടുള്ള നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനം. ഇത് നമ്മൾ ബയോളജി പാർട്ടാണ് എങ്കിലും ഇവിടെ നമുക്കത് കെമിസ്ട്രിയുമായിട്ട് കണക്ട് ചെയ്ത് വെക്കാവുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അൻറ്റാസിഡുകൾ എന്നുള്ള ആ മെഡിസിൻ ഓർത്ത് വെക്കുക. ആമാശയത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കും. എന്തിന്, ആഹാര പദാർത്ഥങ്ങൾ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കൃത്യമായി വെള്ളം കുടിച്ചില്ലെങ്കിലും അതുപോലെ എന്താണ്, നമ്മൾ ഭക്ഷണം കൃത്യമായി സമയങ്ങളിൽ കഴിച്ചിട്ടില്ലെങ്കിലാണ് എന്ത്, ഈ ഒരു ആമാശയത്തിൽ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഉൽപ്പാദനം കൂടും. അപ്പോൾ ആ ഒരു അവസ്ഥയാണ് നമ്മൾ ഗ്യാസ് ട്രബിള് അല്ലെങ്കിൽ പിന്നെ ഗ്യാസ് ട്രബിള് അല്ലെങ്കിൽ അസിഡിറ്റി എന്നൊക്കെ പറയുന്ന അവസ്ഥ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഡോക്ടർമാർ തരുന്ന മരുന്നാണ് എന്ത്, അൻറ്റാസിഡുകൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ അൻറ്റാസിഡിന് ബേസിക് സ്വഭാവമായിരിക്കും. അത്രയും കാര്യങ്ങൾ അതിൽ കണക്ട് ചെയ്ത് വെക്കുക. ഇനി അൻറ്റാസിഡിനെ കുറിച്ച് ഇവിടെ കോളത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. അത് നമ്മൾ ഗ്യാസ് ട്രബിളിൻ്റെ മരുന്ന് എടുത്ത് നോക്കിയാൽ അറിയും അൻറ്റാസിഡ് എന്ന് അതിൽ എഴുതിയിട്ടുണ്ടാവും. ആമാശയത്തിൽ ദഹന പ്രവർത്തനത്തെ സഹായിക്കുന്നത് എന്താണ്, ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. അപ്പോൾ ആസിഡിൻ്റെ അംശം കൂടുന്നത് കൊണ്ട് എന്താ ഉണ്ടാവും, വയറെരിച്ചിലുണ്ടാവും, പുളിച്ച് തികട്ടൽ എന്നിവയൊക്കെ ഉണ്ടാകും. അപ്പോൾ ആസിഡിൻ്റെ അംശം കൂടി ആമാശയത്തിലെ ദഹന പ്രവർത്തനത്തെ സഹായിക്കുന്നത് എന്താണ്, ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. നമുക്ക് ബയോളജിയിൽ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഏതായാലും ഇവിടെ അത് ആണ് ഓർത്ത് വെക്കുക. ബയോളജി മൊഡ്യൂളിൽ ഇതൊക്കെ നമ്മൾ വിശദമായി പഠിക്കും, അത് വരാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ആമാശയത്തിലെ ദഹന പ്രവർത്തനത്തെ സഹായിക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. ഈ ആസിഡിൻ്റെ അംശം കൂടുന്നത് കൊണ്ട് എന്തുണ്ടാവും, നമുക്ക് വയറെരിച്ചിൽ, പുളിച്ച് തികട്ടൽ എന്നിവയൊക്കെ ഉണ്ടാകും. ഇത് കാലക്രമേണ എന്ത് ചെയ്യും, പെപ്റ്റിക് അൾസർ, ക്യാൻസർ എന്നിവയ്ക്കൊക്കെ കാരണമാകും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും, പെപ്റ്റിക് അൾസർ, ക്യാൻസർ എന്നിവയ്ക്കൊക്കെ കാരണമാകുന്നതാണ് ഈ ഗ്യാസ് ട്രബിൾ. ആമാശയത്തിൽ അസിഡിറ്റി കുറയുന്നത് നൽകുന്ന ഔഷധങ്ങളാണ് എന്ത്, അൻറ്റാസിഡുകൾ. നമ്മൾ പറഞ്ഞ അതേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ്. കാൽഷ്യം കാർബണേറ്റ്, അലൂമിനിയം കാർബണേറ്റ്, അലുമിനിയം ഹൈഡ്രോക്സൈഡ്, സോഡിയം ബൈകാർബണേറ്റ്, മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് മുതലായ രാസപദാർത്ഥങ്ങളാണെന്ത്, അൻറ്റാസിഡുകളിലെ ഘടകങ്ങൾ. അപ്പോൾ അൻറ്റാസിഡുകളിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ്, കാൽഷ്യം കാർബണേറ്റ്, അലുമിനിയം കാർബണേറ്റ്, അലുമിനിയം ഹൈഡ്രോക്സൈഡ്, സോഡിയം ബൈകാർബണേറ്റ്, മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. അൻറ്റാസിഡുകളിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ്, കാൽഷ്യം കാർബണേറ്റ്, അലുമിനിയം കാർബണേറ്റ്, അലുമിനിയം ഹൈഡ്രോക്സൈഡ്, സോഡിയം ബൈകാർബണേറ്റ്, മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എന്നിവയൊക്കെയാണ് എന്ത്, ഇവയൊക്കെയാണ് എന്ത്, അൻറ്റാസിഡുകളിലെ ഘടകങ്ങൾ. അപ്പോൾ അൻറ്റാസിഡുകളിലെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. കാൽഷ്യം കാർബണേറ്റ്, അലുമിനിയം കാർബണേറ്റ്, അലുമിനിയം ഹൈഡ്രോക്സൈഡ്, സോഡിയം ബൈകാർബണേറ്റ് എന്നിവയൊക്കെയാണ് എന്ത്, അൻറ്റാസിഡുകളിലെ ഘടകങ്ങൾ.
അപ്പോൾ ആൻറ്റാസിഡിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി, അതിലെ ഘടകങ്ങൾ മനസ്സിലാക്കി. ആ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി pH മൂല്യം ആണ്. നമുക്ക് pH മൂല്യം, pH സ്കെയിൽ നമ്മളൊരു തവണ ചർച്ച ചെയ്ത കാര്യമാണ്, എങ്കിലും ഇവിടെ വരുന്നുണ്ട്. ഇത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് ചർച്ച ചെയ്യാം. നമുക്ക് എത്ര റിപ്പീറ്റ് ചെയ്യുന്നോ അത്ര അനുസരിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാവും. ഇനി ഇവിടെ നമുക്ക് ഓരോ ലിറ്റ്മസ് പേപ്പറൊക്കെ വെച്ച് ഓരോ ടെസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി pH സ്കെയിൽ എന്താണെന്നുള്ളത് നോക്കാം. പദാർത്ഥങ്ങളുടെ ആസിഡ് അല്ലെങ്കിൽ ബേസ് സ്വഭാവം കണ്ടുപിടിക്കുന്നതിൻ്റെ ശാസ്ത്രീയ മാർഗം എന്താണ്? pH മൂല്യം നിർണ്ണയിക്കലാണ്. അപ്പോൾ പദാർത്ഥങ്ങൾ ആസിഡാണോ അല്ലെങ്കിൽ ബേസ് ആണോ എന്നുള്ളത് അറിയുന്നത് നമ്മൾ എന്തുപയോഗിച്ചാണ്? pH മൂല്യം കണ്ടുപിടിച്ചാണ് അത് ബേസ് ആണോ ആസിഡാണോ എന്ന് നമ്മൾ നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് pH സ്കെയിൽ എന്ന് പറഞ്ഞാണ്ട് ഒരു ഉപകരണം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് ആവിഷ്കരിച്ചത് ആരാണ്? ഡാനിഷ് ശാസ്ത്രജ്ഞനായ സോറൻസൺ ആണ് pH സ്കെയിൽ ആവിഷ്കരിച്ചത്. ഇപ്പോൾ പോയിൻ്റ് എന്താണ്? pH സ്കെയിലിൻ്റെ ഉപയോഗം എന്താണ്? അത് ആസിഡാണോ ബേസ് ആണോ എന്ന്, ഒരു പദാർത്ഥം ആസിഡാണോ ബേസ് ആണോ എന്ന് നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് pH സ്കെയിൽ. ഇത് കണ്ടുപിടിച്ചത് ആരാണ്? ഡാനിഷ് ശാസ്ത്രജ്ഞനായ സോറൻസൺ ആണ്. അപ്പോൾ pH സ്കെയിൽ കണ്ടുപിടിച്ചത് ആരാണ്? സോറൻസൺ ആണ്. ലായനിയിലെ H+ അയോണിൻ്റെ ഗാഢത അടിസ്ഥാനമാക്കിയാണ് pH സ്കെയിൽ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ H+ അയോണിൻ്റെ പദാർത്ഥത്തിൽ അല്ലെങ്കിൽ ലായനിയിലെ H+ അയോണിൻ്റെ ഗാഢത അടിസ്ഥാനമാക്കിയാണ് നമ്മൾ pH സ്കെയിലിന് രൂപം നൽകിയിട്ടുള്ളത്. അപ്പോൾ pH സ്കെയിലിന് രൂപം നൽകിയതാരാണ്? സോറൻസൺ ആണ്. ഡാനിഷ് ശാസ്ത്രജ്ഞനായ സോറൻസൺ ആണ് pH സ്കെയിലിന് രൂപം നൽകിയത്. H+ അയോണുകളുടെ ലായനിയിലെ H+ അയോണുകളുടെ ഗാഢതയെ അടിസ്ഥാനമാക്കിയാണ് ഈ pH സ്കെയിൽ രൂപപ്പെടുത്തിയിട്ടുള്ളത്. pH സ്കെയിലിൻ്റെ ഉപയോഗം എന്താണ്? ഒരു പദാർത്ഥത്തിൻ്റെ സ്വഭാവം ആൽക്കലി ആണോ അതോ ആസിഡ് സ്വഭാവമാണോ അതോ ബേസ് സ്വഭാവമാണോ എന്ന് കണ്ടെത്തുന്നതിനാണ് pH സ്കെയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ജലീയ ലായനിൽ H+ അയോണുകളുടെ ഗാഢത അടിസ്ഥാനമാക്കി പദാർത്ഥത്തിൻ്റെ ആസിഡ് ബേസ് സ്വഭാവങ്ങൾ പ്രസ്താവിക്കുന്ന രീതിയാണ് pH സ്കെയിൽ. ജലീയ ലായനിയിൽ H+ അയോണുകളുടെ ഗാഢത അടിസ്ഥാനമാക്കി പദാർത്ഥങ്ങൾ ആസിഡ് അല്ലെങ്കിൽ ബേസ് സ്വഭാവങ്ങൾ പ്രസ്താവിക്കുന്ന, ആസിഡാണോ അല്ലെങ്കിൽ ബേസ് ആണോ എന്ന് പ്രസ്താവിക്കുന്ന രീതിയാണ് pH സ്കെയിൽ. pH സ്കെയിൽ പ്രകാരം എന്താണ്? നിർവീര്യ ലായനിയുടെ pH മൂല്യം 7ഉം ആസിഡുകളുടെ pH മൂല്യം 7ൽ കുറവും ബേസുകളുടേത് 7ൽ കൂടുതലും ആയിരിക്കും. അപ്പോൾ pH സ്കെയിലിൻ്റെ ഘടന എന്താണ്? നിർവീര്യ ലായനിയാണെങ്കിൽ അതിൻ്റെ 7ആണ്. അപ്പോൾ pH മൂല്യം 7 ഉള്ളത് എന്താണ്? അതൊരു നിർവീര്യ ലായനിയാണ്. ഇനി pH മൂല്യം 7ൽ കൂടുതലുള്ളത് എന്താണ്? അത് ബേസിക്കാണ്. 7ൽ കുറവുള്ളത് ആസിഡുമാണ്. അപ്പോൾ pH സ്കെയിലിൻ്റെ ആ കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇവിടെ താഴെ നമുക്ക് ഒന്നുകൂടി നോക്കിയിട്ട് പറയാം. ഇവിടെ കണ്ടോ, ഇതിൽ pH മൂല്യം 7 എന്നുള്ളതാണ് എപ്പോഴും എന്താണ്? നിർവീര്യ സ്വഭാവമായിരിക്കും. അപ്പോൾ ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എപ്പോഴും 7 ആയിരിക്കും. കുടിക്കാൻ ഉപയോഗിക്കുന്നതല്ല, ശുദ്ധജലത്തിൻ്റെ. ഇനി നമ്മൾ 7ൽ കൂടുതലുള്ളത് എന്തായിരിക്കും? അത് ബേസാണ്. 7ൽ കൂടുതലാവുമ്പോൾ ബേസാണ്. ഇനി pH സ്കെയിൽ 7ൽ കുറവ് ആകുമ്പോൾ എന്തായിരിക്കും? അത് ആസിഡാണ്. 7ൽ താഴെ വരുമ്പോൾ അത് ആസിഡും 7ൽ കൂടുതൽ വരുമ്പോൾ എന്താവും? അത് ബേസും ആയിരിക്കും. 7 എന്ന് പറയുന്നത് എന്താണ്? നിർവീര്യവും ആണ്. അപ്പോൾ അതാണ് pH സ്കെയിലിനെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ്. ഇനി ഇവിടെ നമ്മളോട് ഓരോ പദാർത്ഥങ്ങൾ, അതേപോലെ അതിൻ്റെ പേപ്പറിൻ്റെ നിറം, pH മൂല്യം, ആസിഡാണോ ആൽക്കലി ആണോ എന്നുള്ളത് നമ്മളോട് കണ്ടെത്താനാണ്, പരീക്ഷണം ചെയ്യാനാണ്. ഇനി pH മീറ്റർ, pH സ്കെയിൽ നമ്മൾ പറഞ്ഞു. ഇനി pH മീറ്റർ ജലീയ ലായനിയിലൂടെ pH നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് pH മീറ്റർ. സാധാരണ pH മീറ്ററുകൾക്ക് 2 ഇലക്ട്രോഡുകൾക്കിടയിലുള്ള വോൾട്ടേജ് അളന്ന ശേഷം അതിനെ തത്തുല്യമായ pH മൂല്യത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ ഉപകരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഒരു പ്രോബ്. ദണ്ഡ് ആകൃതിയിൽ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച രൂപത്തിൻ്റെ അഗ്രഭാഗത്ത് ഘടിപ്പിച്ച സെൻസറാണ് pH നിർണ്ണയം സാധ്യമാക്കുന്നത്. പ്രോബ് ലായനിയിൽ നിക്ഷേപിച്ചാണ് pH നിർണ്ണയിക്കുന്നത്. അപ്പോൾ pH മീറ്ററാണ്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അതിൻ്റെ ഫോട്ടോ ആണെങ്കിൽ ഇവിടെ തന്നിട്ടുണ്ട്. ഇതാണ് pH മീറ്റർ.
ജലീയ ലായനിയിലെ പി എച്ച് മൂല്യം കണ്ടെത്തുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇനി കാർഷിക വിളകളും പി എച്ച് മൂല്യവും. ഭൂമിയുടെ ഉപരിതലത്തിൽ എന്ത് ചെയ്യും, എല്ലായിടത്തും മണ്ണിൻ്റെ ഗുണം ഒരേപോലെ ആവില്ല. അപ്പോൾ എന്ത് ചെയ്യും, മണ്ണിൻ്റെ ഗുണങ്ങളും കാർഷിക വിളകളും തമ്മിൽ എന്തുണ്ട്, ബന്ധമുണ്ട്. കാരണം വിളകൾ മണ്ണിന് ഗുണമേന്മ ഇല്ലെങ്കിൽ വിളകൾ കുറവായിരിക്കും. അപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കാർഷിക വിളകളുടെ വൈവിധ്യത്തിന് ഇതാണ് കാരണം. ഒരു പ്രദേശത്തിൻ്റെ കാലാവസ്ഥ, ജലലഭ്യത, മണ്ണിൻ്റെ ഘടന എന്നിവയൊക്കെ എന്തുണ്ട്, കാർഷിക വിളകളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. പൊതുവെ 6.5 മുതൽ 7.2 വരെ പി എച്ച് മൂല്യമുള്ള മണ്ണാണ് അധിക വിളകൾക്കും യോജിച്ചത്. അപ്പോൾ ഏറ്റവും ഫലഭൂയിഷ്ഠമായ മണ്ണ് എന്ന് പറയുന്നത് മണ്ണിൻ്റെ പി എച്ച് മൂല്യം എത്രയാണ്, 6.5 മുതൽ 7.2 വരെ. നോട്ട് ചെയ്യുക, 6.5 മുതൽ 7.2 വരെയുമുള്ള പി എച്ച് മൂല്യമുള്ള മണ്ണാണെന്ത്, ഏറ്റവും ഫലഭൂയിഷ്ഠമായ പി എച്ച് മൂല്യമുള്ള മണ്ണ് എന്ന് നമുക്ക് പറയാവുന്നത്. ഇനി നമ്മൾ ക്യാരറ്റ്, ക്യാബേജ് ഈ വിളകൾക്കൊക്കെ അനുയോജ്യമായ പി എച്ച് മൂല്യം എത്രയാണ്, 7 മുതൽ 8 വരെയാണ്. എന്നാൽ പി എച്ച് 5 അടുത്ത മണ്ണാണെന്ത്, ഉരുളക്കിഴങ്ങിനൊക്കെ അഭികാമ്യം. അപ്പോൾ ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്യാനുള്ള പി എച്ച് മൂല്യം എത്രയാണ്, 5 അടുത്താണ് വേണ്ടത്. അതുപോലെ ക്യാരറ്റ്, ക്യാബേജ് എന്നിവയ്ക്കൊക്കെയാണ് പി എച്ച് മൂല്യം 7 മുതൽ 8 വരെയാണ്. എന്നാൽ ഏറ്റവും ഫലഭൂയിഷ്ഠമായ മണ്ണിൻ്റെ പി എച്ച് മൂല്യം എന്താണ്, 6 മുതൽ 7.2 വരെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ കൃഷിക്ക് അനുയോജ്യമായ ഫലഭൂയിഷ്ഠമായ മണ്ണിൻ്റെ പി എച്ച് മൂല്യം എന്ന് പറയുന്നത് 6 മുതൽ 7.2 വരെയാണ് പി എച്ച് മൂല്യം. എന്നാൽ ക്യാബേജ്, ക്യാരറ്റിനൊക്കെ പി എച്ച് മൂല്യം എത്ര വേണം, 7 മുതൽ 8 വരെ വേണം. എന്നാൽ ഉരുളക്കിഴങ്ങ് പോലുള്ള വിളകൾക്ക് പി എച്ച് മൂല്യം എത്ര മതി, 5 വേണം. പി എച്ച് 5 വേണ്ടത്. അത് ഓരോ വിളകൾക്ക് അനുസരിച്ചാണ് അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആസിഡ് പറഞ്ഞു, ബേസ് പറഞ്ഞു. അടുത്തതാണ് എന്ത്, ലവണങ്ങളാണ്. ലവണങ്ങൾ അല്ലെങ്കിൽ സാൾട്ട്സ്. ലവണങ്ങൾ അല്ലെങ്കിൽ സാൾട്ട്സ്. അപ്പോൾ നമ്മൾ നിർവീകരണം പറഞ്ഞു. ആസിഡും ബേസും തമ്മിൽ പ്രവർത്തിച്ച് പരസ്പരം നിർവീര്യമായി പോകുന്ന അവസ്ഥയാണ് എന്ത്, നിർവീകരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നിർവീകരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ബാലൻസ് വേസ്റ്റുകളാണെന്ത്, ജലവും ലവണവും. എപ്പോഴും ആസിഡും ആൽക്കലിയും പ്രവർത്തിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ജലവും ലവണങ്ങളാണ് അത് ബൈ പ്രൊഡക്റ്റായിട്ട് നമുക്ക് ലഭിക്കുന്നത്. ആസിഡും ആൽക്കലിയും പൂർണ്ണമായും പ്രവർത്തിച്ച് ലവണവും ജലവും ഉണ്ടാകുന്ന പ്രവർത്തനമാണ് നിർവീകരണം. നിർവീകരണം നമ്മൾ പറഞ്ഞു, ഈ നിർവീകരണ പ്രവർത്തനം നടന്നാൽ നമുക്ക് ജലവും ലവണവും എപ്പോഴും ലഭിക്കും. എപ്പോൾ നിർവീകരണം, ആസിഡും ബേസുകളും തമ്മിൽ പ്രവർത്തിച്ചാൽ അവിടെ ഉണ്ടാകുന്ന പ്രവർത്തനമാണ് നിർവീകരണ പ്രവർത്തനം. ഈ നിർവീകരണ പ്രവർത്തനം നടന്നാൽ നമുക്ക് ലഭിക്കുന്ന പ്രൊഡക്റ്റുകളാണെന്ത്, ലവണവും ജലവും. അപ്പോൾ നമുക്ക് ഇവിടെ പറഞ്ഞ ഉദാഹരണം നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ഇവിടെ നമുക്കതിൻ്റെ രാസപ്രവർത്തനം കാണാം. ഇപ്പോൾ ഇവിടെ മാഗ്നീഷ്യം ഓക്സൈഡും സൾഫ്യൂരിക് ആസിഡും പ്രവർത്തിക്കുമ്പോൾ എന്ത് ചെയ്യും, 2 ജലം ഉണ്ടാകും, പിന്നെ എന്ത് ചെയ്യും, മാഗ്നീഷ്യം സൾഫേറ്റും ഉണ്ടാകും. അപ്പോൾ മാഗ്നീഷ്യം സൾഫേറ്റാണ് അതിൻ്റെ ലവണം, പിന്നെ ജലവും ഉണ്ടാകും. ഇനി അതുപോലെ ഇവിടെ സോഡിയം അതേപോലെ ക്ലോറിനും ഹൈഡ്രോക്ലോറിക് ആസിഡും പ്രവർത്തിച്ചാൽ എന്ത് ചെയ്യും, സോഡിയം ആറ്റവും ഹൈഡ്രോക്ലോറിക് ആസിഡും പ്രവർത്തിക്കുമ്പോൾ എന്ത് ചെയ്യും, സോഡിയം ക്ലോറൈഡും ജലവും ഉണ്ടാകും. അതിൽ സോഡിയം ക്ലോറൈഡാണ് എന്ത്, ലവണം, പിന്നെ ജലവും സ്വാഭാവികമായിട്ട് ഉണ്ടാവും. അതിൻ്റെ രാസപ്രവർത്തനമാണ് ഇവിടെ Na+OH- ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ എന്ത് ചെയ്യും, Na+Cl- H2O ഉണ്ടാവും. അപ്പോൾ സോഡിയം ക്ലോറൈഡ് എന്നുള്ള ലവണവും ജലവുമാണ് ഉണ്ടാകുന്നത്. സോഡിയവും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കും. അപ്പോൾ ഇങ്ങനെ ഏത് ആൽക്കലിയും ബേസും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ എന്തായും, ജലവും ലവണമാണ് ബൈ പ്രോഡക്റ്റായിട്ട് ഉണ്ടാകുന്നത്. ഈ പ്രവർത്തനമാണെന്ത്, നിർവീകരണ പ്രവർത്തനമെന്ന് അറിയപ്പെടുന്നത്. ഇനി ഇവിടെ വിവിധ ലവണങ്ങൾ തന്നിട്ടുണ്ട്, അത് ഏതൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടായതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ മാഗ്നീഷ്യം ക്ലോറൈഡ് ഏതൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടായ ലവണങ്ങളാണ്, ഹൈഡ്രോക്ലോറിക് ആസിഡും മാഗ്നീഷ്യം ഓക്സൈഡും തമ്മിൽ പ്രവർത്തിച്ചപ്പോഴാണ് എന്ത്, മാഗ്നീഷ്യം ക്ലോറൈഡ് എന്നുള്ള ലവണം ഉണ്ടായത്. ഇനി കാൽഷ്യം സൾഫേറ്റ് CaSO4 കാൽഷ്യം സൾഫേറ്റ് ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം,
സൾഫ്യൂരിക് ആസിഡും കാൽഷ്യവും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ എന്ത് ചെയ്യും? കാൽഷ്യം സൾഫേറ്റ് ഉണ്ടാവും. അലുമിനിയം സൾഫേറ്റ് ആകുമ്പോഴോ അലുമിനിയവും സൾഫ്യൂരിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോഴാണ് അലുമിനിയം സൾഫേറ്റ് എന്ന ലവണം ഉണ്ടാകുന്നത്. സോഡിയം നൈട്രേറ്റ് ഉണ്ടാകണമെങ്കിലോ നൈട്രിക് ആസിഡും സോഡിയവും തമ്മിൽ പ്രവർത്തിക്കുമ്പോഴാണ് സോഡിയം നൈട്രേറ്റ് എന്ന ലവണം ഉണ്ടാകുന്നത്. പൊട്ടാസ്യം ഫോസ്ഫേറ്റ് ഉണ്ടാകണമെങ്കിൽ ഫോസ്ഫറിക് ആസിഡും പൊട്ടാസ്യം തമ്മിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഫോസ്ഫറിക് ആസിഡ് ഉണ്ടാകുന്നത്. ഇതിൻ്റെയൊക്കെ രാസസൂത്രം, ആസിഡ് ഏതാണ് ആൽക്കലി ഏതാണെന്നുള്ള രാസസൂത്രം നിങ്ങളോട് എഴുതാനാണ്. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഇവിടെ ഒരു കോളുണ്ട്, പ്രധാനപ്പെട്ട ഒരു കോളാണ്. പോസിറ്റീവ് അയോണിൻ്റെ പേര് അതേപോലെ പ്രതീകം, നെഗറ്റീവ് അയണിൻ്റെ പേര് പ്രതീകം. ഇപ്പോൾ പൊട്ടാസ്യം അയണിൻ്റെ എന്താണ്? K+ ആണ് പ്രതീകം. സിങ്ക് അയൺ ആണെങ്കിൽ Zn+, ഫെറസ് അയൺ ആണെങ്കിൽ Fe+, അതേപോലെ ഫെറിക് അയൺ ആണെങ്കിൽ Fe+. ഒന്നും കൂടി പറയാം, അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു, അതിനാണ് സൂം ചെയ്തത്. പോസിറ്റീവ് അയണിൻ്റെ പേരുകൾ പ്രതീകവും നോക്കാം. പൊട്ടാസ്യം അയൺ ആണെങ്കിൽ K+, സിങ്ക് അയൺ ആണെങ്കിൽ Zn2+, ഫെറസ് അയൺ ആണെങ്കിൽ Fe2+, ഫെറിക് അയൺ ആണെങ്കിൽ Fe3+. അപ്പോൾ ഫെറസ് അയോണ് Fe2+, അത് Fe3+ ആകുമ്പോൾ ഫെറിക് അയണായി മാറും. കുപ്രസ് അയോൺ ആണെങ്കിൽ Cu+, കുപ്രിക് അയോൺ ആണെങ്കിൽ Cu2+, അമോണിയം അയൺ ആണെങ്കിൽ NH4+, മാംഗസ് അയൺ ആണെങ്കിൽ Mn2+. ഇനി നെഗറ്റീവ് അയണിൻ്റെ പേരും പ്രതീകവും നോക്കാം. ഹൈഡ്രോക്സൈഡ് അയൺ ആണെങ്കിൽ OH-, കാർബണേറ്റ് അയൺ ആണെങ്കിൽ CO2-3, CO3 2-, ബൈകാർബണേറ്റ് ആണെങ്കിൽ HCO3-, നൈട്രേറ്റ് അയൺ ആണെങ്കിൽ NO3-, സൾഫേറ്റ് അയൺ ആണെങ്കിൽ SO4 2-, ബൈസൾഫേറ്റ് അയൺ ആണെങ്കിൽ HSO4-, ഫോസ്ഫേറ്റ് അയൺ ആണെങ്കിൽ PO4-, 3-, ഡൈഹൈഡ്രജൻ ഫോസ്ഫേറ്റ് ആണെങ്കിൽ H2PO4-. ഈ ഒരു കോളം നിങ്ങളെ നോട്ടിൽ ഇതുപോലെ എഴുതി വെക്കുക. ഇത് നിങ്ങൾക്ക് കുറച്ച് ഡിഫിക്കൽട്ടായി തോന്നും, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ടിൽ എഴുതിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കത് മൈൻഡിൽ കയറും. ഇനി ലവണത്തിൻ്റെ പേര്, രാസസൂത്രം, പോസിറ്റീവ് അയണ്, നെഗറ്റീവ് അയണ്. അപ്പോൾ ഈ കോളം നിങ്ങൾ മുകളിൽ അതേ കോളം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കോളം നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പൂരിപ്പിക്കാം. നിങ്ങൾ നോട്ടിൽ എഴുതുമ്പോൾ ആ കോളവും ഈ കോളമൊക്കെ എഴുതി വെക്കണം. ലവണങ്ങൾ വൈദ്യുതപരമായി നിർവീര്യമാണ്. അവയിലെ പോസിറ്റീവ് അയോണുകളുടെയും നെഗറ്റീവ് അയോണുകളുടെയും ചാർജുകളുടെ തുക 0 ആയിരിക്കും. ഇപ്പോൾ ലവണങ്ങൾ എന്താണ്? വൈദ്യുതപരമായിട്ട് നിർവീര്യമാണ്. ലവണങ്ങൾ എപ്പോഴും വൈദ്യുതപരമായിട്ട് നിർവീര്യമാണ്. അപ്പോൾ അവയുടെ പോസിറ്റീവ് അയണുകളുടെയും നെഗറ്റീവ് അയണുകളുടെയും ചാർജുകളുടെ തുക എപ്പോഴും 0 ആയിരിക്കും. ലവണങ്ങൾ വൈദ്യുതപരമായിട്ട് നിർവീര്യമായതുകൊണ്ട് തന്നെ അവയുടെ പോസിറ്റീവ് അയണുകളുടെയും നെഗറ്റീവ് അയണുകളുടെയും ചാർജുകളുടെ തുക 0 ആയിരിക്കും. ഇനി ലവണങ്ങളുടെ രാസസൂത്രം എഴുതുന്ന വിധമാണ്. രാസസൂത്രം എഴുതുമ്പോൾ എന്ത് ചെയ്യും? ആദ്യം പോസിറ്റീവ് അയോണിൻ്റെ പ്രതീകം എഴുതണം, തുടർന്ന് നെഗറ്റീവ് അയോണിൻ്റെ പ്രതീകം എഴുതണം. പിന്നെ ഓരോ അയണിൻ്റെയും ചാർജ് സൂചിപ്പിക്കുന്ന സംഖ്യകൾ പരസ്പരം മാറ്റി പദാങ്കമായിട്ട് എഴുതണം. പിന്നെ പദാങ്കങ്ങൾ ലഘൂകരിച്ച് എന്ത് ചെയ്യും? ചെറിയ പൂർണ്ണസംഖ്യ അംശബന്ധത്തിൽ എഴുതണം. അപ്പോൾ ലവണങ്ങളുടെ രാസസൂത്രം എഴുതുന്ന വിധമാണ്. രാസസൂത്രം എഴുതുമ്പോൾ ആദ്യം പോസിറ്റീവ് അയോണിൻ്റെ പ്രതീകം എഴുതണം, പിന്നീട് നെഗറ്റീവ് അയോണിൻ്റെ പ്രതീകം എഴുതണം. ഇപ്പോൾ നമ്മൾ ആദ്യം Mg2+ PO3- എന്ന് കാണുമ്പോൾ നമ്മളെ ആദ്യം നമ്മൾ നോട്ട് ചെയ്തതാണ്. ആദ്യം നമ്മൾ എഴുതിയത് പോസിറ്റീവ് അയോണിൻ്റെ പ്രതീകമാണ്, അത് എഴുതി. പിന്നീട് നെഗറ്റീവ് അയോണിൻ്റെ പ്രതീകം അതും എഴുതി. ഇനി ഓരോ അയോണിൻ്റെയും ചാർജ് സൂചിപ്പിക്കുന്ന സംഖ്യകൾ എന്ത് ചെയ്യും? പരസ്പരം മാറ്റി പദാങ്കമായിട്ട് എഴുതണം. പരസ്പരം മാറ്റിക്കൊണ്ട് പദാങ്കമായി എഴുതണം. പിന്നെ പദാങ്കങ്ങൾ ലഘൂകരിച്ച് എന്ത് ചെയ്യും? ചെറിയ പൂർണ്ണസംഖ്യ അംശബന്ധത്തിൽ എഴുതണം. ഇനി ഇവിടെ ഒരു കോളം തന്നിട്ടുണ്ട്. പോസിറ്റീവ് അയണും നെഗറ്റീവ് അയണും. Ca2+, കാൽഷ്യം അയോണിൻ്റെ പോസിറ്റീവ് അയോണ്, NH+4 അമോണിയം അയോണ്. ഇനി നെഗറ്റീവ് അയോൺ ആണെങ്കിൽ Cl- ക്ലോറൈഡ് അയോണ്, SO2-4 സൾഫേറ്റ് അയോണ്,
PO3-4 ഫോസ്ഫേറ്റ് അയൺ. ഇനി ലവണങ്ങൾക്ക് ചില ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ അവ ഉപയോഗിക്കുന്നത് എവിടെയൊക്കെയാണ്? നമ്മൾ രാസവളമായിട്ടൊക്കെ നമുക്ക് ലവണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. രാസവളമായിട്ട് ഉപയോഗിക്കുന്ന ലവണങ്ങൾക്ക് ഉദാഹരണമാണ് അമോണിയം സൾഫേറ്റും പൊട്ടാസ്യം ക്ലോറൈഡ്, സോഡിയം നൈട്രേറ്റ്. ഇപ്പോൾ രാസവളങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ലവണങ്ങൾക്ക് ഉദാഹരണമാണ് അമോണിയം സൾഫേറ്റും പൊട്ടാസ്യം ക്ലോറൈഡും സോഡിയം നൈട്രേറ്റും. ഇനി ഇവിടെ എന്തുണ്ട്, ഒരു കോളം തന്നിട്ടുണ്ട്. ഈ കോളത്തിലും നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിൻ്റാണ് കറിയുപ്പിൻ്റെ രാസനാമം. ഈ രാസനാമങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു, നമ്മൾ എന്തായാലും നോട്ട് ചെയ്യണം. അപ്പോൾ കറിയുപ്പിൻ്റെ രാസനാമം എന്താണ്? സോഡിയം ക്ലോറൈഡാണ്. ഇന്ദുപ്പാണെങ്കിൽ പൊട്ടാസ്യം ക്ലോറൈഡ്. കറിയത്ത ഉപ്പാണെങ്കിൽ എന്താണ്? സോഡിയം ക്ലോറൈഡാണ്. ഇന്ദുപ്പാണെങ്കിലോ പൊട്ടാസ്യം ക്ലോറൈഡാണ്. തുരിശാണെങ്കിൽ കോപ്പർ സൾഫേറ്റാണ്. അപ്പക്കാരമാണെങ്കിലോ സോഡിയം ബൈ കാർബണേറ്റ്. അലക്കുകാരാണെങ്കിൽ സോഡിയം കാർബണേറ്റ്. അപ്പോൾ അപ്പക്കാരം അലക്കുകാരം. അലക്കുകാരാണെങ്കിൽ സോഡിയം കാർബണേറ്റ് ആണ്. അപ്പക്കാരാണെങ്കിലോ അപ്പം എഴുതുമ്പോൾ 2 പാന്നുണ്ടല്ലോ, അപ്പോൾ സോഡിയം ബൈ കാർബണേറ്റ് ആണ്, 2 കാർബണേറ്റ്. ഇനി ജിപ്സം ആണെങ്കിൽ കാൽഷ്യം സൾഫേറ്റ് ആണ്. ജിപ്സം ആണെങ്കിൽ കാൽഷ്യം സൾഫേറ്റ് ആണ്. അപ്പോൾ ലവണത്തിൻ്റെ പേര്, അതിൻ്റെ രാസനാമം കറിയുപ്പാണെങ്കിൽ സോഡിയം ക്ലോറൈഡ്, ഇന്ദുപ്പാണെങ്കിലോ പൊട്ടാസ്യം ക്ലോറൈഡ്. തുരിശാണെങ്കിൽ കോപ്പർ സൾഫേറ്റ്. അപ്പക്കാരമാണെങ്കിൽ സോഡിയം കാർബണേറ്റ്. അപ്പക്കാരാണെങ്കിൽ 2 പാന്ന് വരുന്നുണ്ട്, അപ്പത്തിൽ പാന്ന് വരുന്നുണ്ട്, സോഡിയം ബൈ കാർബണേറ്റ് ആണ്. ഇനി അലക്കുകാരാണെങ്കിലോ സോഡിയം കാർബണേറ്റ്. ജിപ്സ് ആണെങ്കിൽ കാൽഷ്യം സൾഫേറ്റ്. ഇനി ഇതിൻ്റെ രാസസൂത്രം, അതേപോലെ ഉപയോഗം. ഇത് ഈ കോളം നിങ്ങൾ ഇതിൽ നോട്ട് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ ഉപയോഗം രാസസൂത്രം നോക്കിയില്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ പേരും രാസനാമവും നിർബന്ധമായിട്ടും നമ്മൾ പഠിക്കണം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നീട് ഇതിൻ്റെ ഉപയോഗം എവിടെയൊക്കെയെന്നുള്ളതും നമുക്ക് പഠിക്കണം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയാണ് വരുന്നത്. ഇനി നമുക്ക് ഇതിൽ തന്നെ 10ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററിൽ പോളിമറൈസേഷൻ എന്നുള്ള ഒരു ഭാഗം കൂടി ഈ ഒരു മൊഡ്യൂളിൽ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താനുണ്ട്. അപ്പോൾ ഇനി അതെന്താണെന്നുള്ളത് നോക്കാം. നമ്മൾ പോളിമറുകളെ കുറിച്ചൊക്കെ പഠിച്ചതാണ്. അപ്പോൾ ഈ പോളിമറൈസേഷൻ എന്നുള്ള പ്രക്രിയയാണ്, അതായത് മോണോമറുകൾ പോളിമറുകളായി മാറുന്ന പ്രക്രിയയാണ് പോളിമറൈസേഷൻ എന്ന് നമ്മൾ അന്ന് പഠിച്ചതാണ്. ഇനി ഇതിനെക്കുറിച്ച് നമുക്ക് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. ഈഥീൻ തന്മാത്രകൾ അഡീഷൻ രാസപ്രവർത്തനം നടത്തുമ്പോൾ പൂരിത സംയുക്തങ്ങളാകും. ഈഥീൻ തന്മാത്രകൾ എന്ത് ചെയ്യും? അഡീഷൻ രാസപ്രവർത്തനം നടത്തുമ്പോൾ പൂരിത സംയുക്തങ്ങളാകും. അപ്പം നമ്മൾ ഈ അഡീഷൻ രാസപ്രവർത്തനം എന്താണ് എന്നുള്ളതൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഇതിന് മുമ്പുള്ള മൊഡ്യൂളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ ചാപ്റ്ററും നമുക്ക് അപ്പോൾ ഈ പോളിമറൈസേഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഈഥീൻ തന്മാത്രകൾ അഡീഷൻ രാസപ്രവർത്തനം നടത്തുമ്പോഴാണ് പൂരിത സംയുക്തങ്ങളായി മാറുന്നത്. ഇപ്പോൾ ഈഥീൻ തന്മാത്രകൾ ഇങ്ങനെ നമുക്ക് എങ്ങനെയാണത് പോളിത്തീനായിട്ട് മാറുന്നത് എന്ന് നോക്കാം. ഇത് അതിൻ്റെ ഫോട്ടോസ് ഇവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ തന്മാത്രകൾ അഡീഷൻ പ്രവർത്തനത്തിലൂടെ എന്ത് ചെയ്യും? പോളിത്തീനായിട്ട് മാറും. അപ്പോൾ ലഘുവായ അനേകം തന്മാത്രകൾ അനുകൂല സാഹചര്യങ്ങളിൽ ഒന്നിച്ചു ചേർന്ന് സങ്കീർണമായ തന്മാത്രകൾ ഉണ്ടാകുന്ന പ്രവർത്തനമാണ് പോളിമറൈസേഷൻ. ഇങ്ങനെയുണ്ടാകുന്ന തന്മാത്രകളാണെന്ത്? പോളിമറുകൾ. അപ്പോൾ ലഘുവായ അനേകം തന്മാത്രകൾ അനുകൂല സാഹചര്യങ്ങളിൽ ഒന്നിച്ചു ചേർന്ന് സങ്കീർണമായ തന്മാത്രകൾ ഉണ്ടാകുന്ന പ്രവർത്തനമാണെന്ത്? പോളിമറൈസേഷൻ. അപ്പോൾ ഇങ്ങനെയുണ്ടാകുന്ന തന്മാത്രകളെയാണ് നമ്മളെന്ത്? പോളിമറുകൾ എന്ന് പറയുന്നത്. ഇപ്രകാരം സംയോജിക്കുന്ന ലഘു തന്മാത്രകളെ നമ്മൾ പറയുന്ന പേരാണ് മോണോമറുകൾ. ഇങ്ങനെ സംയോജിക്കുന്ന ലഘു തന്മാത്രകളെ നമ്മൾ പറയുന്ന പേരാണ് മോണോമറുകൾ. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നതും മനുഷ്യനിർമ്മിതവുമായ അനേകം പോളിമറുകൾ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. പൈപ്പുകളും മറ്റും നിർമ്മിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു പോളിമറാണ് എന്ത്? PVC അല്ലെങ്കിൽ പോളിവിനൈൽ ക്ലോറൈഡ്. അതേപോലെ അനേകം ക്ലോറോഇഥീൻ വിനൈൽ ക്ലോറൈഡ് തന്മാത്രകൾ ചേർന്നാണ് എന്ത്? PVC ഉണ്ടാകുന്നത്. PVC ഉണ്ടാകുന്നത് അനേകം ക്ലോറോഇഥീൻ തന്മാത്രകളെയാണ് നമ്മൾ വിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ അനേകം ക്ലോറോഇഥീൻ തന്മാത്രകൾ ചേർന്നാണ് എന്ത്?
പോളിവിനൈൽ ക്ലോറൈഡ് ഉണ്ടാകുന്നത്. അപ്പോൾ പോളിവിനൈൽ ക്ലോറൈഡിലെ മോണോമർ ഏതാണ്? ക്ലോറോ ഇഥീൻ അല്ലെങ്കിൽ വിനൈൽ ക്ലോറൈഡാണ് എന്ത്? PVCയിലെ മോണോമർ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് മോണോമറുകൾ ചേർന്നിട്ടാണ് എന്ത്? പോളിമർ ഉണ്ടാകുന്നത്. ഈ പ്രക്രിയയാണ് പോളിമറൈസേഷൻ എന്ന് പറഞ്ഞു. ഇനി ഇവിടെ വിനൈൽ ക്ലോറൈഡ് പോളിവിനൈൽ ക്ലോറൈഡ് ആവുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഇവിടെ ഫോട്ടോയിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഫോട്ടോയിൽ ടഫ്ലോൺ എന്താണ്? ടഫ്ലോൺ നമുക്ക് പരിചിതമായ ഒരു പോളിമറാണ് എന്ത്? ടഫ്ലോൺ. ഈ ടഫ്ലോണിൻ്റെ ഉപയോഗം എന്താണ്? നോൺ സ്റ്റിക്ക് പാചകപാത്രങ്ങളുടെ ഉൾപ്രതലത്തിലെ ആവരണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ് എന്ത്? ടഫ്ലോൺ എന്ന പോളിമർ. അപ്പോൾ ടഫ്ലോൺ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നോൺ സ്റ്റിക്ക് പാചകപാത്രങ്ങളുടെ ഉൾപ്രതലത്തിൽ ആവരണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണെന്ത്? ടഫ്ലോൺ. ഈ ടഫ്ലോണിൻ്റെ മോണോമർ എന്താണ്? ടെട്രാഫ്ലൂറോ ഇഥീനാണ് ടഫ്ലോണിൻ്റെ മോണോമർ. അപ്പോൾ ടെട്രാഫ്ലോറോ ഇഥീനുകൾ കൂടിച്ചേർന്നിട്ടാണ് എന്ത്? ടഫ്ലോണ് ഉണ്ടാകുന്നത്. അപ്പോൾ ടഫ്ലോണിൻ്റെ മോണോമർ ഏതാണ്? ടെട്രാഫ്ലൂറോ ഇഥീനാണ് എന്ത്? ടഫ്ലോണിൻ്റെ മോണോമറാണ് ടെട്രാഫ്ലൂറോ ഇഥീന്. ഈ ടെഫ്ലോൺ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നോൺ സ്റ്റിക്ക് പാചകപാത്രങ്ങളുടെ ഉൾപ്രതലത്തിലെ ആവരണം ഉണ്ടാക്കാനാണിത് ഉപയോഗിക്കുന്നത്. ഇവിടെ ടെട്രാഫ്ലൂറോ ഈഥേനും ടഫ്ലോണായി മാറുന്നതിൻ്റെ പ്രോസസ്സിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ താഴെ മോണോമർ പോളിമർ ഉപയോഗം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ PVCയുടെ മോണോമർ ഏതാണ്? വിനൈൽ ക്ലോറൈഡാണ്. ഉപയോഗം എന്താണ്? പൈപ്പുകളൊക്കെ നിർമ്മിക്കാനാണ്. അതേപോലെ ഈഥീൻ്റെത് പോളിമർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഐസോപ്രീൻ്റെ പോളിമറാണ് എന്ത്? പോളി ഐസോപ്രീൻ എന്തിന് ഉദാഹരണമാണ്? പ്രകൃതിദത്ത റബ്ബറിന് ഉദാഹരണമാണ് പോളി ഐസോപ്രീൻ എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ ഇത്രയാണ് ഈ പോളിമറൈസേഷൻ എന്നുള്ളൊരു ഭാഗത്ത് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ അഡീഷണൽ ആയിട്ട് ഈ ഒരു ചാപ്റ്റർ ഫുള്ള് വരുന്ന രീതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ കൂടി ചെയ്യാം. ഞാനത് പോളിമറൈസേഷൻ മാത്രം ചെയ്താലോ എന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഈ ഒരു നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ എന്ത് ചെയ്യണം? ഇത് ഫുള്ള് ഉൾപ്പെടുത്തിയാണ്ട് അഡീഷണലായിട്ട് നമുക്ക് വേറൊരു വീഡിയോയും കൂടി ഈ ഒരു 10ാം ക്ലാസ് കെമിസ്ട്രിയിലെ 7ാമത്തെ അധ്യായം മുഴുവൻ ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ കൂടി നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഉള്ളത്. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിലെ 7ാം അധ്യായം പൂർണ്ണമായിട്ടും നമുക്ക് നാളത്തെ വീഡിയോയിൽ ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ആ ഒരു 10ാം ക്ലാസ് 7ാം അധ്യായം കൂടി ചെയ്തതിന് ശേഷമേ നമ്മൾ പുതിയ മൊഡ്യൂൾ തുടങ്ങുള്ളൂ. അപ്പോൾ അതുവരെ എല്ലാവർക്കും താങ്ക് യു.